aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മകന് പെണ്ണ് കിട്ടിയത്. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജെസി മത്തായി തന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമുക്ക് അവർക്ക് അത് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജെസി മത്തായിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ അനുഭവ സാക്ഷ്യം ഈ അരോമ ടി വിയിലൂടെ പങ്കുവെക്കുവാനായിട്ട് ദൈവം എനിക്കൊരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അരോമ ടി വിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർ, അരോമ ടി വിയുടെ എല്ലാ പ്രവർത്തകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അരോമ ടി വിയിലൂടെ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കേരളത്തില് പെരുമ്പാവൂരിനടുത്ത് അല്ലപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞങ്ങൾ അവിടെ കുടുംബമായി താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേര് മത്തായി എന്നാണ്. എൻ്റെ പേര് ജെസി. ഞങ്ങൾ രണ്ടുപേരും ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞാൻ കേരളത്തിലെ ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അധ്യാപികയായിരുന്നു. റിട്ടയർ ചെയ്തു. ഞങ്ങൾക്ക് 2 പെൺകുട്ടികള്. ആദ്യത്തെ മോള് UK-യിൽ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോള് ബാംഗ്ലൂരിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അല്ലപ്രയ്ക്ക് അടുത്ത്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ IPC സങ്കീർത്തനം വർഷിപ്പ് സെന്റർ എന്ന് പറയുന്ന ചർച്ചിനോട് ചേർന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ച് നല്ല ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു യാക്കോബായ പശ്ചാത്തലത്തിൽ, ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കന്മാര് 2 പേരും ജോലി ഉണ്ടായിരുന്നു. അമ്മ ഒരു ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയായിരുന്നു. എനിക്ക് താഴെ 2 സഹോദരിമാര്, അങ്ങനെ ഞങ്ങൾ 3 പെൺകുട്ടികൾ. നല്ലൊരു കുടുംബം, നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള, എല്ലാ കാര്യത്തിലും ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന ആ സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ തീക്ഷ്ണതയോടെയും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുന്നതിനും പ്രാർത്ഥിപ്പിക്കുന്നതിനും അതുപോലെ എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ചെറുപ്പം മുതലേ മാതാപിതാക്കന്മാർ വളരെ ശ്രദ്ധിച്ചിരുന്നു. വളരെ ചിട്ടയോടെ തന്നെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ പ്രായമായ സമയത്തും അദ്ദേഹം മണിക്കൂറുകൾ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ കൊച്ചുമക്കളൊക്കെ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത്, എനിക്ക് 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള സമയം മുതലേ ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൊച്ചുമക്കളെയൊക്കെ ചുറ്റും ഇരുത്തി എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ചെറിയ പ്രായം മുതലേ ശീലിപ്പിച്ചു. അങ്ങനെ നല്ല ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വന്നത്. നല്ല ഓർമ്മകളാണ് ബാല്യകാലത്തെ കുറിച്ചും കൗമാരകാലത്തിലൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളത്. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഭാരമായിട്ട്, ഒരു വിഷമമായിട്ടുണ്ടായ ഒരു അനുഭവം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. അത് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 3 പെൺകുട്ടികളാണല്ലോ.
അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഒരു 45-50 വർഷമൊക്കെ മുമ്പ് കുടുംബത്തില് ആൺകുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം കുടുംബത്തിലൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു സാഹചര്യമാണ്. കാരണം അടുത്ത തലമുറ, അടുത്ത കുടുംബം നിലനിന്ന് പോകണമെങ്കിൽ അടുത്തൊരു ആൺകുഞ്ഞ് വേണം. അതാണ് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ കുടുംബത്തിലും അങ്ങനെ എന്റെ പേരൻസിനും കുടുംബത്തിലും മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്നും വീട്ടിൽ പ്രായമായവർ വരുമ്പോഴൊക്കെ അവർ ഈ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ അത് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ 12ാമത്തെ വയസ്സിൽ അന്ന് എന്റെ കുടുംബത്തില് എനിക്ക് താഴെ ഏറ്റവും ഇളയതായിട്ട് 2 സഹോദരന്മാര് ജനിച്ചു. അപ്പോ ട്വിൻസ് ആണ് ആ കുഞ്ഞുങ്ങള്. അപ്പൊ അമ്മ ട്വിൻസ് ആയതുകൊണ്ട് അമ്മ നേരത്തെ തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്തൊക്കെ ഒരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾക്കും ജീവനില്ലാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഡോക്ടേഴ്സിന് ആർക്കും ഒന്നും പറയാനില്ല. ഈ ഒരു സംഭവം ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ ദുഃഖമായി മാറി. ഞങ്ങളൊക്കെ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന സമയം കുഞ്ഞുങ്ങൾക്ക് ജീവനില്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ സങ്കടം. എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അദ്ദേഹം കരയുന്നത് ഞാൻ കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഞാൻ എന്റെ പിതാവ് കരയുന്നത് കാണുന്നത്. അത് തന്നെയല്ല, അതിനു മുമ്പോ അതിനുശേഷം എന്റെ പിതാവ് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം കുറച്ച് ദിവസം ഓഫീസിലൊന്നും പോയില്ല, ലീവ് എടുത്ത് വീട്ടിൽ തന്നെ മുറിക്കകത്തിരിക്കുന്നു, വളരെ വിഷമത്തോടെ ആയിരിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നു. ആ ഡിസ്ചാർജായി വരുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അമ്മയും കരഞ്ഞുകൊണ്ടാ വരുന്നത്. വീട്ടിൽ അമ്മയെ കാണാൻ വരുന്നവർ കരയുന്നു. അങ്ങനെ ഒരു വളരെ ദുഃഖത്തിന്റെ ഒരു സാഹചര്യം. അപ്പൊ ഈ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എനിക്കന്ന് 12 വയസ്സേ ഉള്ളൂ. എന്റെ അനിയത്തിമാർക്ക് അത്ര 8 വയസ്സ് 5 വയസ്സ്. അപ്പൊ അവർക്കത്ര അതിനെ കുറിച്ച് ഓർമ്മയൊന്നുമില്ല. ഞാനിങ്ങനെ ചിന്തിക്കുക, 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നതാണല്ലോ. ഒരു കുഞ്ഞെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, 2 കുഞ്ഞുങ്ങൾ ജനിച്ചു, പക്ഷെ ഒരു കുഞ്ഞിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ എത്ര സന്തോഷമായിരുന്നേനെ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഈ ഒരു സംഭവം എന്നെ വല്ലാതെ ബാധിച്ചു. എന്റെ ചിന്തകളൊക്കെ മാറാൻ തുടങ്ങി. ഞാൻ ഒരു തീരുമാനം എടുത്തു. എന്റെ പേരൻസ് ഒരാൺകുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നു, ഇനി അവര് വിഷമിക്കാൻ പാടില്ല. അപ്പൊ ഒരു കാരണവശാലും ഞാൻ അവരെ ഒന്നുകൊണ്ടും വേദനിപ്പിക്കില്ല. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ എന്റെ വാക്കുകൾ കൊണ്ടോ എന്റെ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും ഞാൻ അവർക്കൊരു വിഷമം ഉണ്ടാക്കാൻ ഇടയാകരുത്. അങ്ങനെ ഒരു നല്ല തീരുമാനം ഞാൻ എന്റെ ചെറുപ്പത്തിൽ തന്നെ എടുത്തു. ഇന്ന് അവർ ഭൂമിയിലില്ല. അവർ രണ്ടുപേരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ അവരുടെ മരണം വരെയും ആ ഒരു കാര്യത്തില് അവരെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഈ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ അമ്മ ജോലിക്കൊക്കെ ലീവ് തീർന്നു, അമ്മ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. ദുഃഖമൊക്കെ അങ്ങ് മാറി. വിഷമമുണ്ട്, ഓർക്കുന്ന സമയത്തൊക്കെ വിഷമമുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുഃഖത്തിൽ നിന്നൊക്കെ ഞങ്ങൾ എല്ലാവരും പുറത്തു വന്നു. പിന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെയും സൺഡേ സ്കൂൾ പഠനവും അങ്ങനെയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബാല്യകാലത്തെ കുറിച്ചുള്ള ഒരു വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത് എന്റെ മനസ്സിലുള്ളത് അത് മാത്രം. മറ്റെന്റെ മാതാവോ പിതാവോ ആരിൽ നിന്നും അങ്ങനെ എനിക്കൊരു വേദനാജനകമായ ഒരു സംഭവം ഒന്നും എന്റെ ഓർമ്മയിലില്ല. എന്റെ കുടുംബത്തിലാണെങ്കിൽ എന്റെ പിതാവിന്റെ ജ്യേഷ്ഠാനുജന്മാര്, എന്റെ മാതാവിന്റെ കുടുംബാംഗങ്ങള് എല്ലാവരുമായിട്ട് ഞങ്ങൾ വളരെ സ്നേഹത്തിൽ, ഐക്യതയില് അങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സ്കൂൾ പഠനവും സൺഡേ സ്കൂൾ പഠനവും ഒക്കെ കഴിഞ്ഞു. ഞാൻ കോളേജിൽ ചേർന്നു. എൻ്റെ ഡിഗ്രി പൂർത്തിയായി. ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 3 വർഷം കൂടെ ഞാനൊരു കോഴ്സിന് ചേർന്നു. ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്തു. ഇതിനിടയിൽ ആ സമയമായപ്പോൾ എൻ്റെ വിവാഹം നടക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെന്റ് സർവീസിലാണല്ലോ. അദ്ദേഹം അന്ന് ഒറീസയില് ഭുവനേശ്വറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ വിവാഹം കഴിഞ്ഞ് ഞാൻ ഈ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു കുടുംബം, നല്ല മാതാപിതാക്കന്മാര്. ഭർത്താവിന്റെ വീട്ടിലാണെങ്കിൽ പെൺകുട്ടികളില്ല, അവിടെ അവർ 6 പേര് ആൺമക്കളാണ്. നല്ല സ്നേഹമുള്ള ഒരു കുടുംബം, നന്നായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാര്. അപ്പോ എന്റെ വീട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ
ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവര് രണ്ടുപേരും ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നത് പോലെ ഉറക്കെ തന്നെ പറയുന്നത് മക്കളെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, അവരെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവം ചെയ്ത നന്മകൾക്കൊക്കെ നന്ദി പറയുന്നു. അങ്ങനെ കുറെ സമയം അവര് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പ്രാർത്ഥന. അത് ഞാനിങ്ങനെ അത് ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന എന്റെ വീട്ടിലില്ല. ഈ എഴുതി വെച്ചിരിക്കുന്ന മനഃപ്പാഠമാക്കിയ പ്രാർത്ഥനയും പാട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചു. ചില അത് ആഴ്ചകൾ അവിടെ ഭവനത്തിലായിരുന്നു. അതിനുശേഷം ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ഭുവനേശ്വറിലേക്ക് പോയി. അന്ന് എനിക്ക് ജോലിയില്ല. അപ്പൊ ഞാൻ ഭുവനേശ്വറിലേക്ക് പോയി. ഞങ്ങൾ അവിടെ താമസം ആയി. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നാട്ടില് എന്റെ തൊട്ട് താഴെയുള്ള സഹോദരി ജീന എന്നാണ് അവളുടെ പേര്. എന്റെ സഹോദരിക്ക് ഒരു ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ അന്ന് അവൾക്ക് ടൈഫോയിഡ് ആണ്. അവൾക്ക് 21 വയസ്സേ ഉള്ളൂ. ജോലിയുണ്ട്. അവള് മലപ്പുറത്ത് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക സമയത്ത്. അപ്പൊ അവൾക്ക് ടൈഫോയിഡ് വന്നു. ഈ ടൈഫോയിഡ് വന്ന സമയത്ത് അതിന്റെ ട്രീറ്റ്മെന്റിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് നേരത്തെ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ആ സിസ്റ്റ് അങ്ങ് വളരാൻ തുടങ്ങി. അപ്പൊ അത് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുക, വലുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തണം. ഈ സർജറി നടത്തിയില്ല എങ്കിൽ അത് പിന്നെ അത് പൊട്ടി അത് ബുദ്ധിമുട്ടാകും. അപ്പൊ ജീവന് തന്നെ ഒരു ഭീഷണിയായിട്ട് ഇത് നിൽക്കുകയാണ്. ആ സമയത്ത് ഈ ശക്തിയായ പനി ടൈഫോയിഡ് ആയതുകൊണ്ട് സർജറി നടത്താനും ബുദ്ധിമുട്ട്. പക്ഷെ ആകെ ഒരു വഴി എന്ന് പറയുന്നത് സർജറി മാത്രം. അപ്പൊ ഡോക്ടേഴ്സിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ സർജറി നടത്തി. അപ്പൊ ഈ വിവരങ്ങളൊന്നും ഈ ഭുവനേശ്വറിൽ ആയിരിക്കുന്ന ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു സർജറി നടത്തിയെന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് ചില മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ കടന്നു വന്നപ്പോഴാണ് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് എൻ്റെ സഹോദരി കടന്നുപോയതെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഞാൻ അറിയുന്നത്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്താന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയില്ല, കിട്ടാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥാനത്ത് ഒരു കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ സഹോദരിയെ കിട്ടിയല്ലോ. അപ്പൊ എനിക്കതിൽ വളരെ സന്തോഷം. വീട്ടിലെല്ലാവർക്കും സന്തോഷമാണ്. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രയാസമില്ലാതെ അവളെ ജീവിതത്തിലേക്ക് മടക്കി കിട്ടിയതിന്റെ ഒരു സന്തോഷം. പക്ഷെ എൻ്റെ അനിയത്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു വലിയ വിഷമം പോലെ. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് ചോദിക്കും, ഇതെന്താ ഇവളിങ്ങനെ മാറ്റം, അവൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ എന്നോട് പറയും, അത് ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു സർജറി ഒക്കെ കഴിഞ്ഞാല് അപ്പൊ അതിന്റെ വിഷമം ഉണ്ടാവും, അതിന്റെ പേടിയൊക്കെ കാണും, അതൊക്കെ അങ്ങ് മാറും എന്നൊക്കെ എങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മാറ്റം വരുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചു. അങ്ങനെ ലീവൊക്കെ തീർന്ന് ഞങ്ങൾ മടങ്ങി ഭുവനേശ്വറിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് ചില മാസങ്ങൾ കഴിഞ്ഞു. എനിക്ക് അവിടെ വെച്ച് ചിക്കൻ ബോക്സ് ഉണ്ടായി. അപ്പൊ ഈ ചിക്കൻ ബോക്സ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആണ്. 4 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് ചിക്കൻ ബോക്സ് വരുന്നത്. അപ്പൊ എനിക്കറിയാം ഈ ചിക്കൻ ബോക്സ് ഈ സമയത്ത് വരുമ്പോ കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യമോ ബുദ്ധിമാന്ദ്യമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ എനിക്ക് അങ്ങനെ അറിയാം. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉള്ളിലുണ്ട്. ആ സമയത്ത് തന്നെ അമ്മ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോ നാട്ടിലെ അമ്മയ്ക്ക് പരിചയമുള്ള 2 ഡോക്ടേഴ്സിനെ പോയി കണ്ടു. അപ്പൊ ഈ ഡോക്ടേഴ്സ് അമ്മയോട് പറഞ്ഞു, അതിലൊരു ഡോക്ടർ പറഞ്ഞു, ഇത്രയും നിങ്ങൾ എന്തിനാ ഈ റിസ്ക് എടുക്കുന്നത്, ഇപ്പൊ ഇത് ആരംഭ സമയമല്ലേ, അതങ്ങ് അബോർഷൻ നടത്തുക നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് അമ്മ ഞങ്ങളോട് ഈ വിവരം പറഞ്ഞില്ല? ഞങ്ങള് വിഷമമുണ്ട്, ഉള്ളിൽ ഒരു ഭയമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് കടയിൽ പോയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അപ്പൊ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നപ്പോ ഇന്നത്തെ പോലെ അതൊരു പ്ലാസ്റ്റിക് കിറ്റിലോ കവറിലോ ഒന്നുമല്ല. ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എന്നിട്ടിങ്ങനെ കുമ്പിള് പോലെ പൊതിഞ്ഞിട്ട് അതിനകത്തൊരു ചാക്ക് നൂലൊക്കെ കെട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഞാനിത് ഓരോന്നായിട്ട് ഓരോ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഏതോ ഒരു സാധനം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മലയാളം പേപ്പറിലാണ്. അപ്പൊ ഈ മലയാളം പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾക്ക് അന്ന് അവിടെ മലയാളം ചാനലോ മലയാളം പേപ്പറോ മാസികയോ ഒന്നും കിട്ടാനില്ല.
അപ്പൊ ഈ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് വളരെ ഈ മലയാളം വായിക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഈ പേപ്പർ അതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് പേപ്പർ നിവർത്തിയെടുത്തിട്ട് ഞാനിത് വായിക്കണ സമയത്ത് ആദ്യത്തെ 1, 2, 3 ഏതോ ഒരു വീക്കിലിയുടെ ഒരു പേജാ. അപ്പൊ ഞാനിങ്ങനെ 1, 2 ഇങ്ങനെ പേജുകൾ മറിച്ച്, എനിക്ക് താല്പര്യമുള്ള വിഷയമൊന്നും അല്ല, പക്ഷെ എന്നാൽ ഇത് വായിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്, മലയാളം വായിക്കുന്ന അക്ഷരം കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് വായിക്കുക, ഒരക്ഷരം പോലും വിടാതെ ഞാൻ വായിക്കുക. വായിച്ച് വന്ന് ആദ്യത്തെ 3 പേജ് വായിച്ചു കഴിഞ്ഞ് 4ാമത്തെ പേജ് മറിക്കുമ്പോൾ അതിനകത്തൊരു ഹെഡിങ്, ഡോക്ടറോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സംസാരിക്കുന്നു, അങ്ങനെ ഒരു ഹെഡിങ്. അപ്പോ ഞാൻ താഴേക്ക് നോക്കിയപ്പോ അടുത്ത ഹെഡിങ് ഗർഭകാലത്തെ ചിക്കൻ ബോക്സ്. അപ്പൊ എന്റെ അവസ്ഥയാണല്ലോ, അപ്പൊ ഞാനിത് വളരെ ആകാംക്ഷയോടെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ ഗർഭകാലത്ത് ഈ സമയത്തൊക്കെ ചിക്കൻ ബോക്സ് വന്നാൽ കുഞ്ഞിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അത് കുഞ്ഞിന് അംഗവൈകല്യമോ ബുദ്ധിമാന്ദ്യമോ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച ശക്തിയില്ലാതെ അങ്ങനെയൊക്കെ ഉള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. പിന്നെ ഒരു കാര്യം കൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അമ്മയ്ക്ക് ജീവഹാനി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളില് ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ പേപ്പർ ഞാൻ എന്തിനു വായിച്ചു, ഇതെനിക്ക് വായിക്കാതിരിക്കാമായിരുന്നു. മറ്റെല്ലാ പേപ്പറും കളഞ്ഞതുപോലെ അതങ്ങ് കളഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇത് വായിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ ഇത് വായിക്കാതെ എനിക്ക് കളയാമായിരുന്നു. ഞാൻ ഇങ്ങനെ സ്വയം പഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയാ. എനിക്കൊന്നും സംഭവിക്കില്ല, പക്ഷെ എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറെ 2-3 ദിവസങ്ങൾ ഞാനിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഭർത്താവിന്റെ പേരൻസ് പ്രാർത്ഥിക്കുന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ചിന്തിച്ചു, അവർക്ക് അവരുടെ വേദനകളും അവരുടെ വിഷമങ്ങളും ആവശ്യങ്ങളും എല്ലാം അവർ ദൈവത്തോടല്ലേ പറയുന്നത്. എന്തുകൊണ്ട് എനിക്ക് ദൈവത്തോട് ഇത് പറഞ്ഞുകൂടാ? ഞാനിങ്ങനെ സ്വയം പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യമില്ലല്ലോ, ദൈവത്തോട് പറയാം. അപ്പൊ ആ ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പ്രാർത്ഥന ഒരു വാചകമേ ഉള്ളൂ, കർത്താവെ, അംഗവൈകല്യമില്ലാത്ത ബുദ്ധിമാന്ദ്യമില്ലാത്ത ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ. ഒറ്റ വാചകത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അത് കൂടാതെ ഈ ഒരു വാചകം കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഞാൻ അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് മാത്രമല്ല, ഞാൻ എപ്പോഴും പകൽ സമയത്തൊക്കെ ഞാൻ നടക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. രാത്രിയിൽ കിടക്കുമ്പോൾ കണ്ണു തുറക്കുമ്പോഴും ഞാൻ ഇത് പ്രാർത്ഥിക്കും. ചില സമയത്ത് ഉറക്കെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്, ഒന്നും സംഭവിക്കില്ല, കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ ഒരു ആശ്വാസമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ 2 മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. 2 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും പ്രശ്നങ്ങളായി. ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ എനിക്ക് പെയിൻ തുടങ്ങി. ഈ പെയിൻ തുടങ്ങിയപ്പോൾ എനിക്ക് 6 മാസമായിട്ടേ ഉള്ളൂ. എനിക്കറിയില്ല ഇത് ലേബർ പെയിൻ ആണെന്നോ അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല. കാരണം ആ സമയമൊന്നും ആയിട്ടില്ലല്ലോ. ഞങ്ങൾ നാട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ പേരൻസ് വരും എന്നെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ എനിക്കന്ന് ആകെ ചോദിക്കാനുള്ളത്, ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഓണറിന്റെ അവരുടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആന്റി, അവർ ഒറീസക്കാരാ, നല്ല മനുഷ്യരാ. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും അവരോടാണ് ഞാൻ പറയുന്നതും ചോദിക്കുന്നതും ഒക്കെ. അപ്പൊ ഈ ആന്റി വന്നിട്ട് എനിക്ക് എന്തോ ഫുഡിന്റെ ഇൻഫെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ തലേദിവസം കുറച്ച് യാത്ര ചെയ്തു, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, അപ്പൊ അത് മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തോ അവരുടെ എന്തോ ഒരു പച്ചില എന്തോ മരുന്നൊക്കെ ഇട്ട് തിളപ്പിച്ചൊരു വെള്ളമൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ വേദന മാറിക്കോളും, ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു. എന്നെ അവിടെ ആക്കിയിട്ട് വീട്ടിൽ തന്നെ ഞാനിരുന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഞാൻ ഈ മരുന്നൊക്കെ ഇവര് തന്ന വെള്ളമൊക്കെ കുടിച്ചു, എനിക്കൊരു മാറ്റവും ഇല്ല. എന്തോ അന്ന് ഉച്ചയ്ക്ക് എന്റെ ഹസ്ബൻഡ് വന്ന് അപ്പൊ എനിക്കിങ്ങനെ പെയിൻ ആയിട്ട് കണ്ടത് പോയിട്ട് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് പെയിൻ ഒട്ടും കുറവില്ല. ഞാനിങ്ങനെ കിടക്കുന്നു. അപ്പൊ അദ്ദേഹം വേഗം ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടറോട് ഈ വിവരമൊക്കെ വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടർ മരുന്ന് തന്നിട്ടു. ഈ മരുന്ന് എനിക്ക് കൊണ്ടു തന്നു, കഴിച്ചു, ഒരു കുറവുമില്ല, പെയിൻ കൂടി വരുന്നു. അപ്പോഴേക്കും വൈകുന്നേരമായ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു എനിക്കിനി വയ്യ, എന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് പോകാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് പോയി. കണ്ട വഴി ഡോക്ടർ പറഞ്ഞു ഇത്
അബോർഷൻ നടക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് നാട്ടിലേക്ക് പോരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ക്ലിനിക്കിൽ പോയിട്ടാണ് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ആ ഡോക്ടർ ഞങ്ങളെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു നല്ല ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന സമയത്ത് അവിടെ ഡോക്ടേഴ്സ് ഒന്നുമില്ല. ഡോക്ടേഴ്സ് ഒക്കെ രാവിലത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി. ഗൈനക്കോളജിസ്റ്റ് ഒന്നും ആ സമയത്ത് അവിടെ ഇല്ല. അപ്പോ എനിക്ക് വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ഡോക്ടേഴ്സ് ഒന്നും വന്ന് നോക്കിയിട്ടില്ല. അങ്ങനെ പിന്നെയും 8 മണിയാ ഇനി അടുത്ത ഡോക്ടർ വരുന്നത് 8 മണിക്കാണ്. അപ്പൊ ഇന്നത്തെ പോലെ കേരളത്തിലെ പോലെയുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും അന്ന് അവിടെ ഇല്ല. കാര്യം ക്യാപിറ്റൽ സിറ്റി ഒക്കെ ആണെങ്കിലും വലിയ മെഡിക്കൽ സൗകര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ പോലെ കേരളത്തിലെ പോലെയുള്ള ഒരു കെയർ ഒന്നും അവിടെ കിട്ടുന്നില്ല. അപ്പൊ ഞാനവിടെ കിടക്കുന്നു. 8 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഡോക്ടർ വരുന്നു. ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ പറയാണ് രാത്രിയിൽ തന്നെ ഡെലിവറി നടക്കും. അപ്പോ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും ഡെലിവറി നടക്കും, അത് പ്രിമച്വർ ബർത്ത് ആണല്ലോ, അപ്പൊ കുഞ്ഞിനെ കിട്ടാനുള്ള സാധ്യതയില്ല. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഈ സമയത്ത് അവൾക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിരിക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കിട്ടിയില്ലെങ്കിൽ അതാണ് നല്ലത്, കിട്ടാതിരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയല്ല ഡോക്ടറെ, അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാരണം ഞാൻ എപ്പോഴും എനിക്ക് ബുദ്ധിമാന്ദ്യമില്ലാത്ത അംഗവൈകല്യമില്ലാത്ത കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിനും അത് ആഗ്രഹമുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, അങ്ങനെയല്ല, അവൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം ഡോക്ടർ എന്ന്. അപ്പൊ ഡോക്ടർ ഞങ്ങളുടെ നിർബന്ധത്തിന്, എന്റെ ഹസ്ബൻഡ് എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, എന്റെ ഹസ്ബൻഡ് നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഡോസ് മെഡിസിൻ തന്നു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് പെയിൻ കുറഞ്ഞു. രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ പെയിൻ ഒന്നും ഇല്ല എനിക്ക്. അപ്പൊ എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പോ ഡോക്ടർ പറഞ്ഞു, പെയിൻ മാറിയെങ്കിലും നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഇത്രയും മണിക്കൂറുകൾ നിങ്ങൾക്ക് ഓൾറെഡി പെയിൻ വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഡെലിവറി നടക്കാം. അതുകൊണ്ട് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കിടക്കുന്ന പോലെ നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാമെങ്കിൽ 2 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് വിടാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നാട്ടിൽ പോകണം, കേരളത്തിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പറ്റില്ല, പോയാൽ നിങ്ങൾ ട്രെയിനിൽ പ്രസവിക്കും, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർ ഇങ്ങനെ നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ചിന്തിച്ചു, പേരൻസിനെ വിളിച്ചു പറഞ്ഞു, അവര് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ആ സമയത്ത് തന്നെ അവര് വരാം, അവരിവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിട്ട് ഞാൻ കിടക്കുക. അപ്പൊ എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകും പകല്. അപ്പൊ എന്റെ ഉള്ളിൽ ഭയങ്കര ഭയമാണ്. ഈ പോയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമോ, കാരണം എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാന്നുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് വലിയ ഭയം. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുക. അപ്പൊ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വാചകം കൂടെ ഇതിനോട് ഞാൻ ചേർത്ത് പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ എനിക്കൊന്നും സംഭവിക്കല്ലേ. ഈ പകല് മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കും, ഈ അംഗവൈകല്യം ഇല്ലാത്ത കുഞ്ഞ് വേണം, ബുദ്ധിമാന്ദ്യം ഇല്ലാത്ത കുഞ്ഞിനെ തരണേ എന്നുള്ളതിന്റെ കൂടെ ഒരു വാചകം കൂടെ ഞാൻ ചേർത്ത് പ്രാർത്ഥിക്കും, ഈ പകൽ ഒന്നും സംഭവിക്കല്ലേ കർത്താവേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. വൈകുന്നേരം ആവുമ്പോ, സന്ധ്യ ആവുമ്പോ ഞാൻ പറയും, ഈ പകൽ ഒന്നും സംഭവിക്കാത്തതിനായിട്ട് ദൈവത്തിന് നന്ദി, ഈ രാത്രി ഒന്നും സംഭവിക്കല്ലേ. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ ഇതെല്ലാം എന്റെ ഹസ്ബൻഡിന്റെ പേരൻസ് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ടാണ് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ള ഒരു ചിന്തയൊക്കെ വന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് എന്റെ പേരൻസ് നാട്ടിൽ നിന്ന് വന്നു. അപ്പൊ എനിക്ക് എന്റെ ആദ്യത്തെ വിഷമങ്ങളൊക്കെ അങ്ങ് പേടിയൊക്കെ മാറി. അമ്മ കൂടെ ഉണ്ട്. പിതാവ് അമ്മയെ അവിടെ ആക്കിയിട്ട് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് മടങ്ങിപ്പോന്നു. ഞങ്ങളവിടെ അങ്ങനെ ആ സമയത്ത് ഡെലിവറിയുടെ ഡേറ്റ് ഡോക്ടർ പറഞ്ഞിരുന്ന ആ സമയം വരെ ഒരു കുഴപ്പമില്ലാതെ ദൈവം സൂക്ഷിച്ചു. ഒരു ആരോഗ്യമുള്ള, ഒരു ബുദ്ധിമാന്ദ്യമോ ഞാൻ പ്രസവം കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം നോക്കുന്ന കുഞ്ഞിന് അംഗവൈകല്യം വല്ലതും ഉണ്ടോന്ന്. അംഗവൈകല്യം ഒന്നുമില്ലാത്ത ഒരു പെൺകുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം കുഞ്ഞുമായിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടുകാരെ എല്ലാരെയും കാണുന്നത്. എൻ്റെ അനിയത്തിയെ കാണുമ്പോൾ, ജിനയെ ഞാൻ കാണുമ്പോൾ അവളുടെ മുഖത്ത്
കുഞ്ഞിനെ കാണുമ്പോ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോ ഒക്കെ ഉള്ള ഒരു സന്തോഷം ഉണ്ടെങ്കിൽ എന്തോ ഒരു വിഷമം അവളെ അലട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, എന്താ നിനക്ക് പ്രശ്നം എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവൾ എന്നോട് പറഞ്ഞു, അവളുടെ സർജറിയുടെ സമയത്ത് അവൾക്കൊരു അനുഭവം ഉണ്ടായി. അപ്പൊ ഈ സർജറി നടക്കാൻ വളരെ ഒരു ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലാണ് സർജറി നടക്കുന്നത്. അപ്പൊ ഈ സർജറിക്ക് വേണ്ടി തിയേറ്ററിലേക്ക് ഇവളെ കൊണ്ടുപോകുമ്പോ ഇവള് ഇവളോട് ഉള്ളിൽ ആരോ പറയാ, നീ മരിക്കും, നീ മരിക്കും, മരിക്കാൻ പോവുക. അപ്പൊ ഒരു മരണഭയം ഉള്ളില് അവിടെയാണ് ഇവള് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത്. തിയേറ്ററിൽ കടന്ന് ചെന്ന് അവൾക്ക് ഇത് സർജറി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സമയത്ത് അവള് പറയാ, എന്റെ ബോഡി ടേബിളെ കിടക്കും, ഡോക്ടേഴ്സ് ചുറ്റും നിൽക്കുന്നു, സർജറി നടത്തുന്നു, അവര് തമ്മിൽ സംസാരിക്കുന്നു, ഇതെല്ലാം ഞാൻ പുറത്തു നിന്ന് കാണും. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചു, നീ എന്താ പറയുന്നത്, അങ്ങനെ എങ്ങനെയാ സംഭവിക്കണം, നിന്റെ ബോഡി അവിടെ കിടക്കുന്നത് നീ എങ്ങനെയാ പുറത്തു നിന്ന് കാണണേ, ഈ അന്ന് ആത്മാവെന്നോ പ്രാണനെന്നോ ശരീരം ഇതൊന്നും അതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. അപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു, പെട്ടെന്ന് ഞാൻ അങ്ങ് സഞ്ചരിക്കാൻ തുടങ്ങി. സഞ്ചരിച്ച് ഞാനൊരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോ അവിടെ ഒരു വലിയ വാതില്, ആ വാതിൽ അടഞ്ഞു കിടക്കുക. അപ്പോ അതിന്റെ അപ്പുറത്ത്, ആ വാതിലിന്റെ അപ്പുറത്ത് സ്വർഗമാണെന്ന് അവൾക്കറിയാം. അപ്പൊ ബോഡി ഇവിടെ തിയേറ്ററിൽ ഡോക്ടേഴ്സ് സർജറി നടത്തുന്നു. അപ്പൊ ഈ വാതിലിനപ്പുറത്ത് സ്വർഗമാണെന്ന് അവൾക്ക് അറിയാം. പക്ഷെ വാതിൽ അടഞ്ഞു കിടക്കുന്നു, പ്രവേശിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആര് ഈ വാതിലൊന്ന് തുറന്നു തരുമെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തേജോമയനായ ശുഭ്രവസ്ത്രധാരിയായ ഒരു വ്യക്തി അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് അപ്പൊ ജീന ആ വ്യക്തിയോട് പറയാ, ഈ വാതിൽ എനിക്കൊന്ന് തുറന്നു തരൂ, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഇല്ല മോളെ, ഇപ്പൊ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല, നീ ഭൂമിയിലേക്ക് മടങ്ങിപ്പോയിക്കോ. അപ്പൊ അവള് പറഞ്ഞു, എനിക്കിനി മടങ്ങി പോകണ്ട, എനിക്ക് ഭയങ്കര വേദനയാ, എനിക്ക് ഇനി മടങ്ങി പോകണ്ട. അപ്പൊ പറഞ്ഞു, ഇല്ല, നീ ഭൂമിയിലേക്ക് മടങ്ങിപ്പോക്കോ, നിനക്കിനി വേദനയൊന്നും ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു, അപ്പൊ ജീന പറയാ, ആ സ്വർഗത്തിന്റെ ആ വാതിലിന്റെ ഇപ്പുറത്ത് എത്തിയപ്പോ തന്നെ ഞാൻ മരണഭയത്തോടെ തിയേറ്ററിലേക്ക് പോയ ഞാൻ, എനിക്കിനി ഭൂമിയിലേക്ക് മടങ്ങി പോകണം എന്നുള്ള ഒരു ആഗ്രഹം പോലും എനിക്കില്ല. എനിക്ക് അവിടെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നാ മതി. എന്റെ ഭൂമിയിലെ എല്ലാ ചിന്തകളും ഞാൻ വിട്ടു, എന്നിൽ നിന്ന് മാറിപ്പോയി. അതുപോലെ ഒരു അനുഭവം. അപ്പൊ ആ സമയത്ത് ഇവള് ചോദിച്ചു, ഞാൻ ഭൂമിയിലേക്ക് മടങ്ങി പോകുന്നില്ല എന്ന് പറയുമ്പോ ഈ വ്യക്തി പറയാ, മടങ്ങിപ്പൊക്കോ, നീ ഭൂമിയിൽ, മനുഷ്യര് ഭൂമിയിൽ വെച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മടങ്ങി വന്നാൽ മാത്രമേ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചോദിച്ചു, അതെന്ത് കാര്യമാണ്, ഞാൻ ഭൂമി വെച്ച് ചെയ്യേണ്ട എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അത് ഭൂമിയിൽ വെച്ച് നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും, അതുകൊണ്ട് കുഞ്ഞു മടങ്ങി പൊക്കോളാൻ പറഞ്ഞു. ഈ ഒരു സംഭവം അവള് പറഞ്ഞു. അതിനുശേഷം ഇവളുടെ സർജറി ഒക്കെ കംപ്ലീറ്റ് ആയി. പല ദിവസങ്ങളും ഇവള് ICUവില് അൺകോൺഷ്യസ് ആയിട്ടൊക്കെ തന്നെ കിടന്നു. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ശരിക്കും സുബോധം വരുന്നതും. ഒരു 1.5 മാസത്തിന് ശേഷമാണ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുന്നതും ഒക്കെ. അപ്പൊ ഈ വീട്ടില് വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു സംഭവം അവളുടെ മനസ്സിൽ വല്ലാതെ കിടന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇത് എന്താണ് ഈ അനുഭവം, എന്താണ് അനുഭവം. അപ്പൊ അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. അതാണ് ഇവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. അപ്പൊ ഈ വിവരങ്ങൾ എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നിനക്ക് ഈ മരണഭയത്തോടെ നീ തിയേറ്ററിലേക്ക് പോയി, അങ്ങനെ ഇപ്പൊ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ സ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നില്ലേ, അതുപോലെ എന്തെങ്കിലും ആ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന അവസ്ഥയിൽ തോന്നിയ ഒരു തോന്നൽ മാത്ര അത്, നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഒത്തിരി ഉപദേശിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് വളരെ ഇവളുടെ സ്വഭാവത്തിലൊക്കെ വളരെ പെരുമാറ്റത്തിലൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷമില്ലാത്തതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇവൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. തുടർന്ന് ചില വർഷങ്ങൾ, 2-3 വർഷത്തോളം ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ എന്റെ സഹോദരിക്ക് ജോലിയുണ്ട്, മലപ്പുറത്താണ്. അവള് ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ഇടയ്ക്ക് ഇങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ വെക്കേഷന്റെ സമയത്തൊക്കെ വീട്ടിലേക്ക് വരും.
അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവളിൽ മാറ്റങ്ങൾ കൂടുതൽ, എന്തോ വല്ലാത്തൊരു വിഷമം അവളെ അലട്ടുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെയും അവള് വരുന്ന സമയത്തൊക്കെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഇവളെ ഉപദേശിക്കും. ഞാൻ പറയും അവളോട്, നമ്മള് ജനിച്ചു വളർന്നത്, നമ്മളെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ആ വിശ്വാസത്തിലാണ്. നമ്മൾ മരിച്ച സ്വർഗത്തിൽ പോകും, നമ്മളെല്ലാ പ്രാർത്ഥനയും ഉണ്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടിൽ സഭ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു ദോഷത്തിനും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ മരിച്ച സ്വർഗത്തിൽ തന്നെ പോകും, പിന്നെ നിനക്ക് ഇത് നിന്റെ തോന്നല് മാത്രം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവളെ ഉപദേശിക്കും. പറയുമ്പോ അവളെല്ലാം കേൾക്കും, ഒന്നും തിരിച്ചു പറയില്ല, എല്ലാം കേൾക്കും. പക്ഷെ ഈ വിഷയം അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. തുടർന്ന് ഒരു 3 വർഷം കഴിഞ്ഞു. അവളുടെ വിവാഹം കഴിഞ്ഞു. അവര് രണ്ടുപേരും ഒരുമിച്ച് ജോലി സ്ഥലത്തേക്ക് അവരും പോയി. അപ്പോ ഇതിനിടയിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ തുടങ്ങി. ആദ്യത്തെ പ്രാവശ്യം ചിക്കൻ ബോക്സിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അത് വേറെ പല രീതിയിൽ ഓരോ മാസങ്ങളിലും എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട്. ഞാൻ അന്ന് നാട്ടിലായതുകൊണ്ട് കുറച്ചുകൂടെ കെയർ ഒക്കെ കിട്ടുന്നുണ്ട്, ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പറയും, നോക്കട്ടെ, ഇത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അബോർഷൻ നടത്താന്ന് പറയും. സ്കാനിങ് നടത്തും, വലിയ കുഴപ്പമില്ല, നമുക്ക് നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. എന്തായാലും 2 മാസം മുതൽ ഞാൻ വീണ്ടും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലാണ്. അധിക ദിവസവും ഞാൻ ഹോസ്പിറ്റലിലാണ്. 2 മാസം മുതൽ ഡെലിവറി നടക്കുന്ന സമയത്തിൽ അധിക ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ, വളരെ ക്ഷീണാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, ഇങ്ങനെ ആദ്യം പ്രാർത്ഥിച്ച പോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഞാനിത് പറയാനായിട്ട്, ഈ വിഷയം ഞാൻ എടുത്തു പറയാനായിട്ട് ഒരു കാര്യമുണ്ട്. അത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ തുടർന്ന് വരുമ്പോ ഞാൻ പറയാം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്കെ കിടന്നു. സമയമായി കഴിഞ്ഞപ്പോ രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ, അംഗവൈകല്യം ഒന്നുമില്ല, ബുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ കൂടെ ദൈവം ഞങ്ങൾക്ക് വീണ്ടും തന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ എൻ്റെ ഹസ്ബൻഡിന് ബാംഗ്ലൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി. അദ്ദേഹം ബാംഗ്ലൂരിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു ശൂന്യത ഞാൻ അനുഭവിക്കുക. അപ്പോ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ കുടുംബത്തില് എല്ലാവരും ആയിട്ട് വളരെ സ്നേഹത്തോടെ ഒരുമിച്ചൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് കൊണ്ട് എനിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ശൂന്യതയാണ് എന്നാണ് എൻ്റെ ചിന്ത. അപ്പൊ അധിക സമയം അങ്ങനെ എനിക്ക് ജോലിയില്ല, ഹസ്ബൻഡ് ജോലിക്ക് പോകും, കുഞ്ഞുങ്ങൾ ചെറുത്. അപ്പൊ ഞാൻ കൂടുതൽ സമയം എന്തെങ്കിലുമൊക്കെ ബുക്കുകൾ വായിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ആ ശൂന്യത മാറാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് വല്ലാത്തൊരു നിരാശ, ഒരു സമാധാനമില്ല. പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും എനിക്കൊരു സമാധാനമില്ല, എനിക്കൊരു വല്ലാത്ത ശൂന്യത. എനിക്ക് ആരോടും ഈ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനില്ല. അപ്പൊ ഈ സമയത്ത് എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഒരു ബൈബിളാണ്. എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് പറയാം, നീ ബൈബിള് വായിക്കും. കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ബൈബിൾ വായിക്കുന്ന ഒരു രീതി ഞങ്ങൾക്കുണ്ട്. അത് ഞാൻ ഏറ്റവും ചെറിയ അധ്യായം എടുത്ത് വായിക്കും. അതൊരു ചടങ്ങിന് വേണ്ടി വായിക്കുന്നതാ, അല്ലാതെ അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കി ഒന്നും വായിക്കുന്നതല്ല. അപ്പൊ പക്ഷെ ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത, ബൈബിള് വായിക്കും. അപ്പൊ ഞാൻ ഇത് ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. ബൈബിള് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഞാൻ പഴയ നിയമവും പുതിയ നിയമവും 2 ഭാഗം ഒരുപോലെ വായിക്കുക. വളരെ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ തന്നെ ഞാൻ ബൈബിള് വായിക്കും തോറും എനിക്ക് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ബൈബിള് വായിച്ചു വന്നു കഴിഞ്ഞു കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, അപ്പൊ അതിനു മുമ്പ് ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട്, അവള് ഇങ്ങനെ ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, നീ ചെയ്യണത് തെറ്റാ. നമ്മുടെ പേരൻസിനെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് തെറ്റാ. ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുത്. ഇനി നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ഇത് സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞാലും ഞാൻ ഈ പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് പോകില്ല. ഞാൻ എൻ്റെ പേരൻസിന്റെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബൈബിള് വായിക്കുമ്പോ എനിക്ക് മനസ്സിലായി ഈ രക്ഷയെ കുറിച്ചും ഒക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ എനിക്കതൊരു വലിയ ബുദ്ധിമുട്ട്. ഞാൻ എൻ്റെ സഹോദരിയോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഈ ഒരു ഇതിലേക്ക് മാറും. പക്ഷെ
ഒരു വശത്ത് ഈ ചിന്ത എന്റെ ബുദ്ധിയിൽ വരുമ്പോ മറുവശത്ത് ദൈവാത്മാവ് എന്നോട് പറയാ, നീ ബൈബിള് വായിക്ക്, ബൈബിള് വായിക്ക്. വായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതോടൊപ്പം ഈ കുടുംബ പ്രാർത്ഥന അല്ലാത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും. അതെനിക്കൊരു വലിയൊരു കൊതിയോടെ ഞാൻ ബൈബിള് വായിക്കുന്നത്. അപ്പൊ അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമേ, ഞാനൊരു പാപിയാണ്. കാരണം ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് നഷ്ടമാക്കി കളഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാനൊരു പാപിയാണ്. ഞാൻ ജനിച്ചു വളർന്ന ആ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ആദാമിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യര് പാപികളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് വേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്, കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വചനത്തിൽ ഞാൻ വായിച്ചു. പിന്നെ നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ അതിനെ വെളുപ്പിക്കാം. ഇതൊക്കെ വചനത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയുടെ രക്തത്തിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ രക്തം എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ രക്തം ചൊരിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ഇന്നു മുതൽ അങ്ങാണ് എൻ്റെ കർത്താവ്, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം, അങ്ങ് എൻ്റെ രാജാവാണ്, ഞാൻ അങ്ങയുടെ മകളാണ്. ഞാൻ ഇനി എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ഇന്നു മുതൽ ദൈവമേ അങ്ങേക്ക് വേണ്ടി ജീവിച്ചോളാം. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുക. പാസ്റ്റർ, ഒരു പെന്തക്കോസ്ത് പാസ്റ്ററോ ഒരു ഉപദേശിയോ ഒരു സഹോദരിമാരോ ഒന്നും എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്കിത് പറഞ്ഞു തന്നിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വചനം വായിച്ചു, വചനത്തിൽ നിന്ന് ആ സത്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇതെന്താ ഞാൻ ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ അപ്പൊ എനിക്കൊരു വ്യത്യാസം എനിക്ക് മനസ്സിലായി. എൻ്റെ ഉള്ളിൽ ആ നിരാശയും ശൂന്യതയും മാറി. എനിക്ക് പാപമോചനം ലഭിച്ചു എന്നുള്ള ഒരു ഉറപ്പ്, ഒരു ബോധ്യം എനിക്കുണ്ടായി. ഞാൻ പിന്തുടർന്നു വന്നിരുന്ന ആ പാരമ്പര്യം അനുസരിച്ച് എല്ലാ വർഷവും ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ പാപം മോചിച്ചു എന്ന് എനിക്കൊരു ചിന്ത, എൻ്റെ ഉള്ളിൽ എനിക്കൊരു ബോധ്യമില്ല. അതിങ്ങനെ എല്ലാ വർഷവും ചെയ്യും. പക്ഷെ ഇത് ഞാൻ എൻ്റെ പാപം വേറൊരു വ്യക്തിയോട്, ഒരു മനുഷ്യനോടല്ല ഏറ്റു പറഞ്ഞ, ഞാൻ ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞപ്പോ എൻ്റെ പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടി. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യമായി. അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ സമാധാനം, നിരാശയൊക്കെ മാറി വളരെ സന്തോഷമായി എനിക്ക്. അപ്പൊ എനിക്ക് കുറെ കൂടെ ബൈബിൾ വായിക്കാനുള്ള ആഗ്രഹവും പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹവും ഒക്കെ ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോവാന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു. എനിക്കങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോവാ. ഞാൻ വിചാരിച്ചപ്പോ എനിക്ക് ജോലി ഇല്ലല്ലോ, എനിക്കൊരു നല്ല ജോലി കിട്ടാനായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അതായിരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു നല്ല കാര്യം. എന്തായാലും അതൊരു ദോഷമായിട്ടുള്ള ഒരു കാര്യമല്ല, വേദനാജനകമായ കാര്യമല്ല എന്ന് എനിക്കറിയാം. സന്തോഷം നിറഞ്ഞൊരു കാര്യമാണെന്നറിയാം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞു. ഇപ്പൊ രണ്ട് മണിക്കൂർ ആ സമയത്ത് വീട്ടിൽ ആരുമില്ല, കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകാൻ തുടങ്ങി, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു, ഹസ്ബൻഡ് ജോലിക്ക് പോയി, ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. ഞാനിങ്ങനെ ഒരു മുറിയിൽ, ആ മുറിക്കകത്ത് എന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞു, ബൈബിൾ വായനയൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ ഇരുന്നപ്പോ ഞാൻ മയങ്ങിപ്പോയി. ഒരു ഉറക്കമൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു മയക്കം പോലെ എനിക്ക് വന്നു. ഈ സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ട്. അത് വളരെ ഉയരത്തിൽ ഞാൻ ഇരിക്കുന്നതിന്റെ എൻ്റെ തലയ്ക്ക് മുകളിൽ വളരെ ഉയരത്തിലായിട്ട് ഒരു വാതിലിങ്ങനെ തുറക്കുന്നു. വാതിൽ തുറക്കുന്നു എന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങനെ അങ്ങ് അകലുന്നു. അതിൽ കൂടെ ഉയരത്തിൽ നിന്ന് എൻ്റെ തലയിലേക്ക് ഒരു ദ്രാവകം, ഒരു എണ്ണ എൻ്റെ തലയിലേക്ക് വന്ന് വീഴുക. ഈ എണ്ണ ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് തലയിൽ ഒരു എണ്ണ വന്ന് വീണാലുള്ള ആ ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നിട്ട് ഞാൻ തലയിൽ ഇങ്ങനെ തപ്പി നോക്കുക, എണ്ണ ആയിട്ടുണ്ടോ. അപ്പൊ തലയിൽ എണ്ണയൊന്നുമില്ല.
പക്ഷെ ഞാനത് ശരിക്കും അനുഭവിക്കുക, എന്റെ തലയിൽ എണ്ണ വീണതും ശരീരത്തിലേക്ക് അത് വീഴുന്നതും ഒക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഏഹ്, ഈ സമയത്ത് തന്നെ ഞാൻ അറിയാതെ ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിക്കുക. സന്തോഷം കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, പാട്ട് പാടുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറെ സമയം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഇരുന്ന് മുട്ടയിൽ ഞാൻ കരയുക. കരയുന്നത് സന്തോഷം കൊണ്ടാ കരയുന്നത്, ദുഃഖം കൊണ്ടല്ല, സന്തോഷം കൊണ്ട് തന്നെ ഞാൻ കരയുക. അപ്പൊ ഈ ഒരു അനുഭവം കൂടെ ഉണ്ടായി കഴിഞ്ഞപ്പോ അന്ന് എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്ന ആ നല്ല കാര്യം ഇതായിരുന്നു. അല്ലാതെ അതൊരു ഭൗതിക നന്മയൊന്നും അല്ലായിരുന്നു. ഈ ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചില ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ എനിക്ക് ബോധ്യപ്പെട്ടിരുന്ന ആ കാര്യം. അതും കൂടെ നടന്നു കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ കർത്താവിനോട് എനിക്ക് അങ്ങ് വല്ലാതെ ഒരു സ്നേഹമായി. കർത്താവിനെ പിരിഞ്ഞിട്ട് എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് പ്രാർത്ഥന, ബൈബിൾ വായന, ആ രീതി മാത്രം. അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകണം. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ വേഗത്തിൽ ക്രമീകരിക്കും. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം വിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ ഞാൻ ബൈബിളും എടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ മുട്ടുമടക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതാണ്: ഞാൻ വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. വാക്കുകൾ കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, അത്ര മനോഹരമായ ഒരു സ്ഥലം. ഇന്നെനിക്കറിയാം, ഒരു ദൈവ സാന്നിധ്യത്തിലാണ് ആ സമയത്ത് ഞാൻ നിൽക്കുന്നത്. വളരെ എൻ്റെ ഉള്ളിലെ സമാധാനവും സന്തോഷവും ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരം. ഒരല്പം ഉയർന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. സ്വപ്നത്തിൽ ഞാൻ കാണുക. പക്ഷെ എൻ്റെ മുമ്പോട്ട് ഞാൻ നോക്കുമ്പോൾ കുറച്ച് മുമ്പിലായിട്ടൊരു വലിയ വഴി, ഒരു റോഡാണ്. ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്ന റോഡ്, നല്ല വീതിയുണ്ട്. ചിലയിടത്ത് കല്ലുകൾ കിടപ്പുണ്ട്, കുഴിയുണ്ട്. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ആ റോഡിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ അതിവേഗം പോയിക്കൊണ്ടിരിക്കുക. ഈ പോകുന്നതിനിടയിൽ ഇവര് തമ്മില് ഇടിക്കുന്നുണ്ട്, ചിലര് താഴെ വീഴുന്നുണ്ട്. പക്ഷെ ആരും ആരെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും എങ്ങോട്ടോ അതിവേഗം പോകുക. ആർക്കും ആരെ ശ്രദ്ധിക്കാൻ സമയമില്ല. അവിടെ പരസ്പരം ചീത്ത വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവര് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവര് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കാണാം ഈ മനോഹരമായ ആ ദൃശ്യം. എന്നെയല്ല, ഞാൻ നിൽക്കുന്ന ആ മനോഹരമായ ആ ദൃശ്യം അവർക്ക് കാണാം. പക്ഷെ ആരും പുറകോട്ട് നോക്കുന്നില്ല. എല്ലാവരും മുന്നോട്ടാ പോകുന്നത് ഇങ്ങനെ എന്തോ സ്പീഡിൽ എവിടേക്കോ ഉള്ളൊരു തിടുക്കപ്പെട്ടുള്ള ഒരു യാത്ര. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുക, ദൈവമേ, ഈ ജനം മുഴുവൻ എങ്ങോട്ടായി പോകുന്നത്? ഇത്ര തിടുക്കത്തിൽ ഇവർ ഓടുന്നത് എന്തിനാ? സ്വപ്നം കണ്ടു. രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ സ്വപ്നം എന്റെ ഓർമ്മയിലേക്ക് വരിക. അപ്പൊ ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യം: നീ രക്ഷയുടെ അനുഭവത്തിൽ വന്നു, നീ ആ ഒരു അനുഭവത്തിൽ നിൽക്കുന്നു. പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ഈ സത്യം അറിയാതെ നാശത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സുവിശേഷം പറയാറില്ല, ഞാനൊരു ചർച്ചയിൽ പോകുന്നില്ല. ഈ രക്ഷയുടെ അനുഭവത്തിൽ ഞാൻ വന്നു, ഞാൻ ബൈബിള് വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്യാനാ കർത്താവെ എന്ന് ചോദിച്ചപ്പോ കർത്താവ് എനിക്കൊരു വലിയ ആത്മഭാരം തന്നു. ഈ ജനത്തെ കുറിച്ച് ഓർത്ത് നീ പ്രാർത്ഥിക്ക്. ഞാൻ അന്ന് മുതല് ഇങ്ങനെ സത്യമറിയാതെ നാശത്തിന്റെ പാതയിലൂടെ പോകുന്ന ഈ ജനത്തെയൊക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെയും എൻ്റെ പ്രാർത്ഥനയുടെ സമയം കൂടുതൽ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് നാട്ടിൽ നിന്ന് ഒരു ജോലിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു. അപ്പൊ എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ജോലിക്കുള്ള ഒരു സാധ്യതയുണ്ട്, അപ്പൊ വരണം, മോളൂടെ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കന്ന് ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. കാരണം ജോലിക്ക് പോയി കഴിഞ്ഞ് തിരക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രാർത്ഥനയും കർത്താവിനോടൊത്ത് സമയം ചെലവഴിക്കുന്നു ഒക്കെ എനിക്ക് നഷ്ടപ്പെടും. അപ്പൊ എനിക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പിന്നെ എൻ്റെ പേരൻസിന്റെ കാര്യം ഓർത്തപ്പോ 2 സഹോദരിമാരും വിവാഹം കഴിഞ്ഞു, പേരൻസ് വീട്ടിൽ തനിച്ചാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് മടങ്ങി വരാം. അപ്പൊ അങ്ങനെ വരാമെന്നുള്ള ചിന്തയില് ഞാൻ സമ്മതിച്ചു. എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ഞാനും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം, നാട്ടിലേക്ക് വരാം, നീ എന്തായാലും പോയി ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്കായിട്ട് നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്ന് ജോലിയിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എനിക്ക് ഒരു സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റി.
അതിനുശേഷം ജോലിയിൽ ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടുകളും ഞാൻ നേരിടാൻ തുടങ്ങി. എന്നോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിന്റെ പേരിലൊന്നും അല്ല, പക്ഷെ അവിടുത്തെ അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വല്ലാത്ത പ്രയാസങ്ങൾ നേരിടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് ജോലിക്ക് വരണ്ടായിരുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചു. എങ്കിലും എന്റെ പേരൻസിനെ ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും അവരുടെ ഒപ്പം നിൽക്കാനോ, അവർക്കൊരു സമാധാനം, അവർക്ക് കൂടെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു സന്തോഷമാണല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ സമാധാനപ്പെടും. പക്ഷെ ഞാൻ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിന് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ബോഡി വെയിറ്റ് കുറയുന്നു, 1-2 പ്രാവശ്യം പനി വന്നു. അപ്പോൾ ഒരു ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണ്, ലാസ്റ്റ് സ്റ്റേജ് ആണ്, ഒന്നും ചെയ്യാൻ. പല പല ഹോസ്പിറ്റലിൽ കടന്നു, എല്ലാവരും അത് തന്നെ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ലാസ്റ്റ് സ്റ്റേജ്, കൂടിപ്പോയ ഒരു 8 മാസം അല്ലെങ്കിൽ 9 മാസം, അതിൽ കൂടുതലൊന്നും ആയുസില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ വിഷമമായി. ഞാൻ ഇവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. വരണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ എന്തായാലും പിതാവിന്റെ അവസാന സമയത്ത് കൂടെ നിൽക്കാനും ശുശ്രൂഷിക്കാനൊക്കെ എനിക്കൊരു അവസരം ദൈവം തന്നു. അതിനുശേഷം അപ്പൊ എന്റെ സഹോദരി വിശ്വാസത്തിൽ വന്ന് അവള് ചർച്ചിൽ പോകുന്നുണ്ട്, സ്നാനപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ ആ ചർച്ചിൽ നിന്ന്, പിതാവ് രോഗിയായി കിടക്കുന്ന സമയത്ത് ആ ചർച്ചിൽ നിന്ന് ദേവദാസന്മാരും ദൈവമക്കളൊക്കെ കടന്നു വരും, പിതാവിനോട് ഈ രക്ഷയെ കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം യേശുവിനെ കർത്താവിൻ രക്ഷകനുമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ആ ഒരു പ്രത്യാശയോടെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയത്. തുടർന്ന് ജോലിയിലെ വിഷയങ്ങളായി ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. തിരിച്ച് ഞാൻ ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ബാംഗ്ലൂരിൽ അവിടെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. ബൈബിള് വായിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കൂടുതലായിട്ട് വായിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് പറയാണ്, നീ സ്നാനപ്പെടണം. അപ്പോ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഞാൻ പറയും, എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് മാമോദിസ വന്നതാ, ഇനി ഞാൻ സ്നാനപ്പെടേണ്ട കാര്യമില്ല. തന്നെയല്ല എൻ്റെ സഹോദരിയെ ഞാൻ ഒത്തിരി ഈ കാര്യം പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാനതിന് തയ്യാറല്ല. എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്നിരിക്കുന്ന ആ മാമോദിസ സ്നാനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇനി വേറൊരു സ്നാനം എനിക്ക് വേണ്ട. അങ്ങനെ ഞാൻ തീരുമാനിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബൈബിള് വായിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് സ്നാനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമൊന്നും ഞാൻ വായിക്കില്ല. പുതിയ നിയമത്തിൽ സ്നാനത്തെ കുറിച്ച് എവിടെ പറഞ്ഞിട്ടുണ്ടോ ആ ഭാഗം ഞാൻ ഒഴിവാക്കും. എന്നിട്ട് മറ്റു ഭാഗങ്ങളൊക്കെ വായിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എൻ്റെ ഉള്ളിൽ ഞാൻ എനിക്കൊരു കുറ്റബോധം തോന്നാം. ഞാൻ ദൈവത്തെ അല്ല അനുസരിക്കുന്നത്, ദൈവവചനം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വായിക്കുന്നു, ദൈവം പറഞ്ഞത് ഞാൻ അനുസരിക്കാൻ തയ്യാറല്ല. എൻ്റെ ഉള്ളിൽ എനിക്കൊരു കുറ്റബോധം തോന്നി തുടങ്ങി. അപ്പൊ ഞാൻ ഇല്ല കർത്താവ് എന്ത് പറയുന്നു അതുപോലെ ഞാൻ ചെയ്തോളാം. ആ ഒരു തീരുമാനത്തോടെ ഞാൻ വീണ്ടും ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ സ്നാനത്തെ കുറിച്ചൊക്കെ വായിച്ചു. വായിച്ച സമയത്ത് റോമർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ സ്നാനപ്പെടുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ. അങ്ങനെ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, സ്നാനം ഏൽക്കുന്നത് ഒരു സഭയുടെ ഭാഗമായിട്ട് നിൽക്കാനല്ല, യേശു ക്രിസ്തുവിനോട് ചേരാനാണ് സ്നാനം ഏൽക്കേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്കിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ചേർക്കുവാൻ എന്നല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ പേരൻസ് എന്നെ എനിക്ക് മാമോദിസ തന്നത് എൻ്റെ അറിവോടെയല്ല, എൻ്റെ സമ്മതത്തോടെയല്ല. എന്നെ ഞാൻ സ്വയം യേശുവിനോട് ചേരുകയല്ല ചെയ്തത്. ഒരു സഭയുടെ ഭാഗമായിട്ട് തുടരാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു മാമോദിസ തന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് ഈ ദൈവവചനപ്രകാരമുള്ള സ്നാനത്തിന് പകരമാവില്ല എന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം എനിക്കുണ്ടായി. ഞാൻ യേശുക്രിസ്തുവിനോട് ചേരണമെങ്കിൽ എൻ്റെ സമ്മതത്തോടെ, എൻ്റെ അറിവോടെ ഞാൻ തന്നെ ചെയ്യേണ്ട, ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജലത്തിൽ പൂർണ്ണമായും മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം, വിശ്വാസ സ്നാനം സ്വീകരിക്കണം. ഇത് എനിക്ക് വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ റെഡിയാ, ഞാൻ സ്നാനപ്പെടാൻ റെഡിയാ കർത്താവെ. അതിന്റെ പിന്നിൽ എന്ത് ഭവിഷ്യത്ത് വന്നാലും എനിക്ക് ഞാൻ നേരിടാൻ തയ്യാറാണ്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല.
കാരണം ഇതെല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങള് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ദൈവത്തോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എവിടെ പോയി സ്നാനപ്പെടും. ഇത് എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരൊന്നും അറിയാതെ ഞാൻ സ്നാനപ്പെടണമെങ്കിൽ ഞാൻ 2-3 സ്ഥലങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ സ്നാനപ്പെടാന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ വീണ്ടും ദൈവം എനിക്കൊരു സ്വപ്നം തന്നു. ആ സ്വപ്നത്തില് ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ സ്നാനപ്പെടുന്നത് രഹസ്യമായിട്ട് അല്ല സ്നാനപ്പെടേണ്ടത്, പരസ്യമായിട്ട് ദൈവത്തെ സാക്ഷീകരിക്കണം. അങ്ങനെ ആ ബോധ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പരസ്യമായിട്ട് ദൈവത്തെ സാക്ഷീകരിക്കാം. പക്ഷെ എങ്ങനെ സാഹചര്യം, ഞാനൊരു ചർച്ചിൽ പോകുന്നില്ല, എനിക്ക് ആരെ അറിയില്ല, എവിടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ബാംഗ്ലൂരിൽ പാസ്റ്റർ ബെന്നിഹിനിന്റെ ഒരു മീറ്റിംഗ്, വലിയൊരു ക്രൂസൈഡ് നടക്കുക. അപ്പൊ നാട്ടിൽ നിന്ന് കുറച്ചു പേരൊക്കെ ഈ ക്രൂസൈഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അവര് വന്നു, ഞങ്ങളും പോകാനൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളൊരു വലിയ ട്രാവലറൊക്കെ ബുക്ക് ചെയ്ത് കുറെ പേര് കൂടിയിട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്ന് രാവിലെ ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ വിളിച്ചിട്ട് പറയാം, ഒത്തിരി വഴിയിലൊക്കെ ഒത്തിരി ഇഷ്യൂസ് അവിടെ നടക്കുക, അതുകൊണ്ട് വരാൻ പറ്റില്ല, ഞങ്ങൾ വാഹനമായിട്ട് വരില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഇത്രയും പേര് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു, ഞങ്ങൾ പല രീതിയിൽ പല സ്ഥലത്തൊക്കെ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്കൊരു വാഹനം കിട്ടി. അപ്പൊ അന്ന് ഞങ്ങൾക്കൊരു കാറുണ്ട്. അപ്പൊ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു കാറിൽ പോകാവുന്ന എത്രയും പേര് കാറിൽ പോകട്ടെ, ബാക്കി ഉള്ളവരപ്പൊ ഒരു അടുത്ത പരിചയമുള്ള ഒരാൾക്ക് അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു വരാന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവര് ഓട്ടോയിൽ പോകാം. അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ 2 വാഹനത്തിലായിട്ട് എന്തായാലും പോകണം, നിർബന്ധമായിട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ പോകുന്ന സമയത്ത് ഈ കാറ് ശരിക്കുള്ള വഴിയിൽ പോയി. ഈ വഴിയിൽ ട്രാഫിക്കും പോലീസുകാരും നിയന്ത്രിക്കുന്നു. അവരിങ്ങനെ വണ്ടികൾ വരുമ്പോ എങ്ങോട്ടാണെന്നൊന്നും അവർ ചോദിക്കുന്നില്ല, അങ്ങ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നപ്പോ ഞങ്ങൾക്കും കൃത്യമായിട്ട് വഴിയൊന്നും അറിയില്ല. ഞാനന്ന് ഈ ഓട്ടോയിലാണ് യാത്ര. ഈ ഓട്ടോയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ ഓട്ടോ നേരെ അല്പം റൂട്ട് മാറി ഓട്ടോ പോയി. പക്ഷെ ആ റൂട്ടിൽ പോയാലും ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്താം. അങ്ങനെ പോയി. അങ്ങനെ പോകുമ്പോൾ ഞാൻ ആ ഏരിയയിലേക്കൊന്നും ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. ഞങ്ങൾ താമസിക്കുന്ന ഇടത്തുനിന്ന് ഒരു 10-25 കിലോമീറ്റർ എങ്കിലും ദൂരെ ആ സ്ഥലം. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഈ ഇടതുവശത്തായിട്ട് റോഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ റോഡിന്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു ബോർഡ് കാണുകയാണ്, ബെഥേൽ ചർച്ച്. ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ പറയാ, അടുത്ത സൺഡേ ഞാൻ ഈ ചർച്ചിൽ വരും. എങ്ങനെ പോകും, ഏത് ചർച്ച, പെന്തക്കോസ്ത് ചർച്ച, ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ അടുത്ത സൺഡേ ഈ ചർച്ചിൽ വരും. പിറ്റേ ആ സൺഡേ ആ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ആ ദിവസങ്ങളിൽ ഈ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിരുന്ന 2 സഹോദരന്മാര്, അവരന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവര് വിശ്വാസത്തിലുള്ള കുട്ടികൾ. ഇവര് സൺഡേ രാവിലെ എഴുന്നേറ്റ് ചർച്ചിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങളൊരു നല്ല ചർച്ചിൽ പോയി, അപ്പൊ അടുത്ത സൺഡേ ചേച്ചി ആ ചർച്ചിൽ ഒന്ന് പോയി നോക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചർച്ചിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ബെഥേൽ ചർച്ച് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഈ പോകുന്നു മനസ്സിൽ പറഞ്ഞ ഈ ചർച്ചാണല്ലോ ഇത്. എനിക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെ പോകും, ഏത് ബസ്സിനാ, ബസ് നമ്പർ എന്താ എന്നൊക്കെ ചോദിച്ച്, ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നൊക്കെ ചോദിച്ച് വിവരമൊക്കെ മനസ്സിലാക്കി വെച്ചു. എന്നിട്ട് അടുത്ത സാറ്റർഡേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാം, നമ്മളന്ന് മീറ്റിങ്ങിന് പോയപ്പോ ഞാനൊരു ചർച്ച് കണ്ടു, ആ ചർച്ചിൽ ഞാനൊന്ന് പൊക്കോട്ടെ. അപ്പൊ എന്നോട് ചോദിച്ചു ഇത്രയും ദൂരം ഈ ഒരു ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് പോകണം, നിനക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒരു ചർച്ചിൽ പോയാൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ഈ ചർച്ചിൽ എനിക്ക് പോകണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ ശരി നീ പൊക്കോ എന്ന് പറഞ്ഞു. പിന്നെ അത് അദ്ദേഹത്തിന് ഒരു സന്തോഷമായി. കാരണം എന്നാന്ന് വെച്ചാൽ അദ്ദേഹം രാവിലെ ഞങ്ങളുടെ താമസിക്കുന്ന ക്യാമ്പസിൽ തന്നെ ഒരു ഗോൾഫ് കോഴ്സ് ഉണ്ട്. അപ്പൊ അദ്ദേഹം സൺഡേ രാവിലെ ജോലി ഇല്ലാത്തതുകൊണ്ട് അന്ന് ഗോൾഫ് കളിക്കാം. അപ്പൊ ഞാൻ ചർച്ചിൽ പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെയും കൂട്ടി പൊക്കോളും, അദ്ദേഹത്തിന് ഗോൾഫ് കളിക്കാനും പോകാലോ. അപ്പൊ എനിക്ക് അനുവാദം തന്നു. ഞാൻ കുഞ്ഞുങ്ങളെയും കൂട്ടി ചർച്ചിൽ പോയി. ചർച്ചിൽ ചെന്ന് എനിക്ക് അവിടുത്തെ ആരാധനയും അവിടുത്തെ ആ മെസ്സേജൊക്കെ എന്നെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ലാസ്റ്റ് പുതിയതായിട്ട് വന്നവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു പരിചയപ്പെടാൻ വേണ്ടി. ഞാനും എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു കാർഡ് കിട്ടി, അത് പൂരിപ്പിച്ച് തിരികെ തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ കാർഡ് മേടിച്ചിട്ട് ഞാനത് പൂരിപ്പിച്ചു കൊടുത്തില്ല, ഞാനത് കയ്യിൽ തന്നെ വെച്ചു.
അത് കഴിഞ്ഞ് തിരിച്ച് വന്നു. അപ്പൊ ഈ ബസ്സിന് പോകുമ്പോ എനിക്കത് ഒരു 25 കിലോമീറ്റർ അല്ല, ഒരു 10-35 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഒത്തിരി ചുറ്റി കറങ്ങിയാണ് ബസ് പോകുന്നത്. ഒത്തിരി സമയ യാത്ര. ഞാൻ മടങ്ങി ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോഴേക്കും, കുഞ്ഞുങ്ങൾ ചെറുതാണ്, മടങ്ങി വരുമ്പോഴേക്കും നല്ലൊരു സമയമായി. ഉച്ച കഴിഞ്ഞ് 2 മണിയോ 3 മണിയൊക്കെ ആയി ഞാൻ മടങ്ങി വരുന്നു. അപ്പൊ പിറ്റേ സൺഡേ, അപ്പൊ ഇത്രയും സമയമൊക്കെ എടുത്തോണ്ട് എന്റെ ഹസ്ബൻഡ് വിചാരിച്ചു ഇനി ഞാൻ പോണെന്ന് പറയില്ല, ഈ ഒരാഴ്ച കൊണ്ട് എന്റെ ആഗ്രഹമൊക്കെ മാറിയിട്ടുണ്ടാവും വിചാരിച്ചു. പിറ്റേ സൺഡേ ഞാനും ഒന്നും പറയുന്നില്ല. പിറ്റേ സൺഡേ ആയപ്പോ ഞാൻ ചോദിച്ചു, പിറ്റേ സാറ്റർഡേ ഞാൻ ചോദിച്ചു, ഞാൻ നാളെ ചർച്ചിൽ പോക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പൊ നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടാന്ന് മനസ്സിലായിട്ട് ഇനി നിനക്ക് പോണോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോണം. എനിക്ക് അനുവാദം തന്നു, ഞാൻ പോയി. അങ്ങനെ ഞാൻ എല്ലാ ആഴ്ചയും കുഞ്ഞുങ്ങളെ കൂട്ടി ചർച്ചിൽ പോകും. ചർച്ചിൽ പോയി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാറ്റർഡേ ഞാൻ പറഞ്ഞു, നാളെ ഞങ്ങളുടെ കൂടെ ഒന്ന് ചർച്ചിൽ വന്ന് നോക്കി, അവിടെ നല്ല പാട്ടുണ്ട്, നല്ല ആരാധനയുണ്ട്, നല്ല മെസ്സേജാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, നീ പൊക്കോന്നു. പിന്നീട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല അദ്ദേഹത്തോട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വരണം, ചർച്ചിൽ വരണം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, കുറെ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്നോട് പറയാ, എനിക്കൊരു അന്ന് അവിടെ ബാംഗ്ലൂരിൽ ഒരു എയർ ഷോ നടക്കും. അപ്പൊ ആ എയർ ഷോയുടെ ഒരു 3-4 ടിക്കറ്റ് ആരോ കൊണ്ടുവന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ പറഞ്ഞു, ആ എയർ ഷോയുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, സൺഡേ ആണ്, ഈ നീ ചർച്ചിൽ പോകുന്നതിന്റെ അടുത്താണ് അവിടെയാണ് സ്ഥലം. അപ്പൊ നമുക്ക് അന്ന് ഈ എയർ ഷോയ്ക്ക് വന്നു. അപ്പൊ എനിക്ക് എയർ ഷോയ്ക്ക് പോകണമെന്നൊന്നും കാണണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, ഇതൊരു നല്ല അവസരമാണ്. ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ ചർച്ചിൽ പോവാം, എന്നിട്ട് അവിടെ നിന്ന് എയർ ഷോയ്ക്ക് പോകും. അപ്പൊ പറഞ്ഞു, ഇല്ല, രാവിലെ ചർച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് എയർ ഷോ, അത്രയും നേരം നിൽക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ ഈ മലയാളം സർവീസിലാണ് രാവിലെ ഞാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്, അപ്പൊ തന്നെ ഇംഗ്ലീഷ് സർവീസ് അവിടെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ പുറത്തേക്ക് പോരുന്ന സമയത്ത് ഒത്തിരി പേര് ഇംഗ്ലീഷ് സർവീസിന് വേണ്ടി പോകുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവിടെ ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. ഇംഗ്ലീഷ് സർവീസിന് പോയി കഴിയുമ്പോൾ ആ സർവീസ് തീരുന്ന സമയമാകുമ്പോഴാണ് എയർ ഷോയുടെ സമയം. അപ്പൊ അങ്ങനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ എയർ ഷോയ്ക്ക് പോകാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് ഞാൻ വരാം, പക്ഷെ പിന്നെ എന്നോട് പറയരുത്, ഞാൻ വരില്ല. ഒക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞ് അന്ന് സമ്മതിച്ചു. പക്ഷെ ശനിയാഴ്ച വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊരു വിഷമം. എനിക്ക് ഇംഗ്ലീഷ് പാട്ടുകളൊന്നും അറിയില്ല. എനിക്ക് അവിടെ ചെന്ന് ഇംഗ്ലീഷ് സർവീസിന് ഇരുന്ന ഞാൻ എങ്ങനെ ദൈവത്തെ ആരാധിക്കും? എനിക്ക് പാട്ടൊന്നും അറിയില്ലല്ലോ. എനിക്ക് മലയാളത്തിൽ പോകണം, മലയാളം സർവീസിന് പോകണം. ഞാൻ പറഞ്ഞു, ഞാൻ മലയാളം സർവീസിന് പോവുക, ഇംഗ്ലീഷ് സർവീസിന്റെ സമയമാകുമ്പോൾ കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് പോരെ, ഞാൻ അവിടെ നിന്നോളാം. അപ്പൊ ആദ്യത്തെ അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്തോ സമ്മതിച്ചു. അങ്ങനെ ഞാൻ മലയാളം സർവീസിൽ പോയി. ഞാനത് കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. ഇത് ഇംഗ്ലീഷ് സർവീസിന്റെ സമയത്ത് വന്നു. ആ സർവീസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ എയർ ഷോ കണ്ടു, മടങ്ങി വന്നു. ഞാൻ ഒന്നും ചോദിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. പിറ്റേ സാറ്റർഡേ ആയപ്പോ എന്നോട് പറയും, നീ വേണമെങ്കിൽ രാവിലെ മലയാളത്തിന് പൊക്കോ, ഞാൻ ഇംഗ്ലീഷ് സർവീസിന് കുഞ്ഞുങ്ങളെ കൂട്ടി വന്നേക്കാം. അന്ന് മുതൽ പിന്നെ ഒരു സൺഡേ പോലും മുടങ്ങാതെ എൻ്റെ ഹസ്ബൻഡും ചർച്ചയിൽ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ തുടർന്ന് മാസങ്ങളോളം ഞാൻ അങ്ങനെ രാവിലെ മലയാള സർവീസിന് ഞാൻ പോകും, ഇംഗ്ലീഷ് സർവീസിന് കുഞ്ഞുങ്ങളെയും കൂട്ടി വരും. ഞങ്ങൾ എല്ലാവരും കൂടെ ഇംഗ്ലീഷ് സർവീസ് കഴിഞ്ഞ് മടങ്ങി വരും. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് സ്നാനത്തെ കുറിച്ചുള്ള ചിന്തയൊക്കെ വന്നു തുടങ്ങി. എനിക്ക് ചർച്ചുമായിട്ട് കണക്ട് ആയല്ലോ. അപ്പൊ എനിക്ക് സ്നാനപ്പെടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നോട് പറയണ്ട, നീ സ്നാനപ്പെടണമെങ്കിൽ നിനക്ക് സ്നാനപ്പെടാം, പക്ഷെ ഞാൻ സ്നാനപ്പെടുന്നില്ല, കാരണം എനിക്ക് അതിനെ കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. വെറുതെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരു ദിവസം ഒരുമിച്ച് ഒരേ ദിവസം തന്നെ സ്നാനപ്പെടും. അപ്പൊ എന്നോട് പറഞ്ഞു, അത് നിന്റെ വെറും ഒരു സ്വപ്ന, അതൊന്നും നടക്കാൻ പോണില്ല. പക്ഷെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എനിക്ക് ബോധ്യം തന്ന ദൈവം എൻ്റെ ഹസ്ബൻഡിന് ബോധ്യം കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ നാട്ടില് എൻ്റെ അമ്മയ്ക്ക്, അപ്പൊ അമ്മ നാട്ടിൽ എന്ന് ഇടയ്ക്ക് വരും, ഞങ്ങളുടെ കൂടെ ചർച്ചയിൽ വരും. അമ്മയ്ക്കും ആ രക്ഷയുടെ ഒരു അനുഭവം ഒക്കെ ആയി. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ജോലിയിൽ ഞാൻ ബാംഗ്ലൂരിലാണ്. അപ്പൊ ഈ ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് കർത്താവ് എനിക്കൊരു വചനം തന്നിട്ടുണ്ടായിരുന്നു. അത് പത്രോസിന്റെ ലേഖനം നിന്നാണ്.
തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പി. ഞാൻ അന്ന് വിചാരിച്ചു എന്റെ ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറും, എനിക്ക് അവിടെ ജോലി സ്ഥിരമാവും എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. 2-3 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അത് കഴിഞ്ഞ് ഈ ഞാൻ ചർച്ചിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചില മാസങ്ങൾ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഈ ഹസ്ബൻഡിനോട് സ്നാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ സ്നാനപ്പെടാനെന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെടണം. ഒരാൾ സ്നാനപ്പെട്ടു ഒരാൾ സ്നാനപ്പെടാതെ അങ്ങനെ വേണ്ട, രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെടണം, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നാട്ടിലെ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എൻ്റെ ഇളയ സഹോദരി 11 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് അമ്മയ്ക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരും. പെട്ടെന്ന് കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി, കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, അമ്മ മരിച്ചു. അപ്പൊ ഈ അമ്മയുടെ മരണം കൂടെ കഴിഞ്ഞ്, അമ്മയ്ക്ക് അന്ന് 62 വയസ്സേ ഉള്ളൂ, പിതാവ് മരിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അത് വല്ലാതെ ഞങ്ങളങ്ങ് തകർന്നു പോയി. അപ്പൊ ഒരു സമൂഹം മുഴുവൻ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക. പിതാവ് മരിക്കുമ്പോൾ ആദ്യം പിതാവ് മരിച്ചത് ആ സമയത്ത് എൻ്റെ സഹോദരിയെ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങൾ പിന്തുടർന്നു വന്ന ആ വിശ്വാസവും ആചാരവും ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇതിലേക്ക് മാറിയത് കൊണ്ട് ദൈവം തന്ന ശിക്ഷയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പെട്ടെന്ന് ഈ അമ്മയുടെ മരണാസമയമായപ്പോഴേക്കും ഞാനും വിശ്വാസത്തിൽ ഒന്നും എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ മരണം കൂടെ വന്നപ്പോ ഞങ്ങൾക്ക് തിരിച്ചൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾ തകർന്നു നിൽക്കുക. ഈ അമ്മയുടെ ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും ഞങ്ങളെ നോക്കുന്നതും ഞങ്ങളുടെ കാതുകളിൽ ഞങ്ങൾ കേൾക്കുന്ന ഈ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ. എൻ്റെ ഇളയ സഹോദരിയാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്, അവള് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ അമ്മയുടെ ബോഡി ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നും അവളെ ഡോക്ടേഴ്സ് വിട്ടില്ല. ജസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അമ്മയുടെ ബോഡി ഒന്ന് കാണിച്ചു, തിരിച്ചവളെ ഹോസ്പിറ്റലിൽ തന്നെ ആക്കി എന്നെ കൊണ്ടുപോയി. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ സഹോദരി മാത്രമേ ഈ ബോഡിയുടെ അടുത്തിരിക്കുന്ന. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വിശ്വാസത്തില് വരുന്ന ആളുകൾ മുഴുവനും ഇങ്ങനെ ഞങ്ങളെ വല്ലാത്തൊരു രീതിയിലാണ് ഞങ്ങൾ നോക്കുന്നതും അവിടെ പറയുന്ന വാക്കുകളൊക്കെ ഞങ്ങളുടെ ചെവിയിൽ ഞങ്ങൾ കേൾക്കുന്നു. വളരെ വിഷമം. പക്ഷെ അതിന്റെ മധ്യത്തിലെല്ലാം പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം തന്നു. വീണ്ടും അമ്മയുടെ മരണശേഷം അന്ന് ഞാൻ അവിടെ വെച്ച് തിരിച്ചു പോരുന്നതിന് മുമ്പ് ഞാനൊരു തീരുമാനമെടുത്തു. എന്ത് വന്നാലും ഇനി ഞാൻ പുറകോട്ടില്ല. ഇനി ഞാൻ എൻ്റെ ഹസ്ബൻഡ് സ്ഥാനപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ബാംഗ്ലൂരിൽ മടങ്ങി ചെന്ന ഉടനെ ഞാൻ സ്നാനപ്പെടും. അപ്പൊ അതൊരു വലിയ ഒരു ചോദ്യചിഹ്നമാണ്. കാരണം അമ്മയെ സംസ്കരിച്ചിരിക്കുന്ന ആ രീതി അനുസരിച്ച് 40ാമത്തെ ദിവസം ചില ചടങ്ങുകളൊക്കെ ചെയ്യണം. അത് ചെയ്യാൻ വേറെ ആരുമില്ല. അനിയത്തി വിശ്വാസത്തിലാണ്, മറ്റേ അനിയത്തി ഹോസ്പിറ്റലിലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനും കൂടെ ഇത് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ആര് ചെയ്യും? ഒരു സാധ്യതയില്ലല്ലോ. അപ്പൊ പക്ഷെ എൻ്റെ ഉള്ളില് ഇനി ഒന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് സ്നാനപ്പെടും. അപ്പൊ അങ്ങനെ തീരുമാനിച്ച് ഞാൻ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ സ്നാനപ്പെടാൻ പോകാന്ന് പറഞ്ഞു. എനിക്ക് അനുവാദം തന്നു. നിന്നോട് ഞാൻ എന്നെ സമ്മതിച്ചതാ, നീ അത് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചർച്ചിൽ പോയിട്ട് ചർച്ചിൽ ചെന്ന് അവരോട് പറഞ്ഞു സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ക്ലാസ് എടുക്കണം, സ്നാനത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കണം. ക്ലാസ് എടുക്കാനായിട്ട് സിസ്റ്റർ ഇത്രയും ദൂരം തന്നെ ഇങ്ങോട്ട് വരണ്ട, ഒത്തിരി ദൂരം ഉണ്ടല്ലോ. ഞങ്ങൾ ആ ഏരിയയിൽ നിന്ന് ഒരാളെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സിസ്റ്ററിനെ വീട്ടിയിട്ട് വിടാറ്. അങ്ങനെ എനിക്ക് ഇത് സ്നാനത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഹോദരിയാണ് വന്നത്. അപ്പൊ ആ സമയത്ത് ഹസ്ബൻഡ് വീട്ടിലുണ്ട്. കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് അദ്ദേഹം മുറിക്കകത്തേക്ക് കയറി. ഇവരെനിക്ക് ക്ലാസ് ഇങ്ങനെ സ്നാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തരിക. ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോ റൂമിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ സഹോദരിയോട് ചോദിക്കുക, ഞാനും കൂടെ ഈ ക്ലാസ്സിന് ഇരിക്കട്ടെ, ഞാനും ഇവളോടൊപ്പം അന്ന് തന്നെ സ്നാനപ്പെടാൻ പോവുക. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം സ്നാനപ്പെടാൻ റെഡിയാവുന്നതായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ബോധ്യം കൊടുത്തു. ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ അമ്മ മരിച്ചതിന്റെ 15ാമത്തെ ദിവസം ഞങ്ങള് രണ്ടുപേരും ഒരേ ദിവസം തന്നെ
അവിടെ ബഥേലേജി ചർച്ചിൽ സ്നാനപ്പെട്ടു. ഉം, തുടർന്ന് ഞങ്ങൾ അവിടെ തന്നെ ആ സഭയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഒത്തിരി ദൂരമൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവിടെ ശുശ്രൂഷയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് ചേർന്ന് നിൽക്കാനൊക്കെ ദൈവം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയുടെ ഒരു ചുമതലയിലൊക്കെ നിൽക്കാനായിട്ട്, ശുശ്രൂഷയിൽ ചുമതലയിൽ നിൽക്കാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ആ സമയത്ത് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ എൻ്റെ ജോലിയുടെ വിഷയങ്ങളിലെല്ലാം മാറ്റം വന്നു. അപ്പൊ ഏകദേശം 4 വർഷം സമയമെടുത്തു. പക്ഷെ അവസ്ഥകളെല്ലാം മാറാൻ തുടങ്ങി. ഒരു മനുഷ്യൻ എനിക്ക് ഒരു മനുഷ്യൻ തരുന്നത് പോലെയല്ല, അത്രമാത്രം സാഹചര്യങ്ങൾ, പ്രതികൂലമായിരുന്ന സാഹചര്യങ്ങളെ എല്ലാം ദൈവം ഓരോന്നോരോന്നായിട്ട് മാറ്റി. അവസാനം എന്നെനിക്ക് ജോലിയിൽ പ്രവേശിക്കാമായിരുന്നു, എന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കാതെ എന്നെ മാറ്റി നിർത്തിയ അന്ന് മുതൽ എനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം കിട്ടത്തക്ക രീതിയിൽ ഒരു കോടതി വിധി വന്നു. അങ്ങനെ എനിക്ക് എനിക്ക് ജോലി തിരികെ കിട്ടിക്കഴിഞ്ഞപ്പോ അന്ന് ഞാൻ ഓർത്തു ദൈവത്തോട്, ദൈവം എനിക്ക് എന്ന വാഗ്ദത്താണല്ലോ. കാലങ്ങൾ കടന്നുപോയാലും വാഗ്ദത്തം ചെയ്ത ദൈവം മാറ്റമില്ല, മാറുകയില്ല, വാക്ക് മാറുകയില്ല. ദൈവം വിശ്വസ്തനാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ആ ജോലി മടക്കി ലഭിച്ചു. വീണ്ടും ഞാൻ ജോലിക്കായിട്ട് കേരളത്തിലേക്ക് മടങ്ങി വന്നു. ഞാൻ അന്ന് മുതൽ ഇവിടെ, പക്ഷെ ഫാമിലി ബാംഗ്ലൂരിലാണ്. ആ സമയത്ത് കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിലും. ഞാൻ എല്ലാ വീക്കെൻഡ്സും ബാംഗ്ലൂരിലേക്ക് പോകും. വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ പോകും. സൺഡേ ചർച്ച് പോകും. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് ഞാൻ അവിടെ നിന്ന് കേരളത്തിലേക്ക് വരും. വർഷങ്ങളോളം ഞാൻ എല്ലാ വീക്കെൻഡ്സും യാത്ര ചെയ്യും. അതിനൊക്കെയുള്ള ആരോഗ്യമൊക്കെ ദൈവം എനിക്ക് തന്നു. നല്ല ബഥേൽ സഭയിലായിരിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി ആത്മീയ അനുഭവങ്ങള്, ബൈബിൾ ക്ലാസ്സുകള് എല്ലാം ഒത്തിരി അനുഗ്രഹമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന്, സ്നാനമൊക്കെ കഴിഞ്ഞ് അധികം കഴിഞ്ഞതിന് മുമ്പ് ഒരു ദിവസം അവിടെ സഭയിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അപ്പൊ ആ കുടുംബത്തെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു വിളിച്ചു. അന്ന് ഞങ്ങളെല്ലാരും കൂടെ ആ മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞ് അന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഞങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടില്ല, പിന്നീടും ഞാൻ കണ്ടിട്ടില്ല. ആരാണെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല, ഞങ്ങളെ അറിയില്ല. അതുപോലെ തന്നെ ഈ കുടുംബത്തെ ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെട്ടു, അത്രയും മാത്രമേ ഉള്ളൂ. അവർക്കും ഞങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അന്ന് അവിടെ ആ ദേവദാസൻ മെസ്സേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ മുമ്പിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയാ, പ്രാർത്ഥിച്ചു, എന്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയാ, നിന്റെ 2 തലമുറകളെയും ഉദരത്തിനകത്തിട്ട് നശിപ്പിക്കാൻ ശത്രു പദ്ധതികൾ ഒരുക്കിയ സ്ഥാനത്ത് ബുദ്ധിമാന്ദ്യമില്ലാതെ, അംഗവൈകല്യമില്ലാതെ 2 തലമുറകളെ നിന്റെ കൈകളിൽ തന്നത് ഞാനാണെന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ തലമുറകളെ ഇല്ലാതെയാക്കി കളയാനായിട്ടുള്ള ഒരു പൈശാചിക പദ്ധതിയായിരുന്നു. പക്ഷെ ആ ചെറിയ എൻ്റെ പ്രാർത്ഥന, വിശ്വാസത്തിൽ ഞാൻ വരുന്നതിന് മുമ്പാണെങ്കിൽ പോലും എൻ്റെ ആ ചെറിയ പ്രാർത്ഥന ദൈവം എത്ര അതിന്മേൽ പ്രവർത്തിച്ചു. ദൈവം തന്നത് ആ ഒരു വിശ്വാസം, ആ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയുടെ അനുഭവം. ഒരു മെഡിക്കൽ സയൻസിൽ പ്രകാരം ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് ജീവനില്ലാത്ത 2 കുഞ്ഞുങ്ങളെ ഉദരത്തിനകത്തിട്ട് ആ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കി കളഞ്ഞ ആ ശക്തി എനിക്കും അത് സംഭവിക്കാമായിരുന്നു. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവം ഒരു കുഴപ്പമില്ലാതെ ആ 2 തലമുറകളെ തന്നു. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തു. തുടർന്ന് ഈ അപ്പോഴും സ്നാനപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഞാൻ ചർച്ചിൽ പോകുമ്പോഴും ഒക്കെ ഞാൻ ആഭരണം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആഭരണം മാറ്റണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആഭരണം ഒത്തിരി ആഭരണമൊന്നുമില്ല, ചെറിയൊരു മാല, ഒരു കമ്മല് മാത്രം എനിക്കുണ്ട്, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബസ് ഇറങ്ങിയിട്ട് ഞാൻ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം കടന്നു വരിക, ഈ ആഭരണം ഇട്ടിട്ട് നിനക്ക് എന്താ പ്രയോജനം? ചോദ്യം എൻ്റെ മനസ്സിൽ കേൾക്കുന്നു. ഞാൻ ആലോചിക്കാം, ഈ ആഭരണം ഞാൻ ഇട്ടത് കൊണ്ട് എൻ്റെ ബുദ്ധി കൂടുന്നുണ്ടോ? ഇല്ല. എൻ്റെ ഏതെങ്കിലും കഴിവുകൾ വർദ്ധിക്കുമോ? ഇല്ല. എനിക്ക് ആരോഗ്യം കൂടുമോ? ഇല്ല.
എനിക്ക് ആയുസ് കൂടോ? ഇല്ല. എല്ലാത്തിന്റെ ഞാൻ ചോദിക്കുന്ന എന്റെ ഉള്ളിലെ ഇല്ല 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 ഒന്നും എനിക്കൊരു പ്രയോജനമുള്ള കാര്യം കണ്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, അടുത്തൊരു ചോദ്യം, എന്റെ സൗന്ദര്യം കൂടോ? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ സൗന്ദര്യം കൂടുമെന്ന് ചോദിച്ചപ്പോ എനിക്കൊരു സംശയം വന്നു. പക്ഷെ ഞാൻ തന്നെ ഉത്തരം എനിക്ക് കിട്ടി. എന്റെ സൗന്ദര്യം കൂടുന്നില്ല, പക്ഷെ കാണുന്നവർക്ക് ഒരു ആകർഷണീയത തോന്നിയേക്കാം. അപ്പൊ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്വർണം ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ അന്ന് തന്നെ ഞാൻ എന്റെ മാലയും എന്റെ കമ്മലൊക്കെ ഊരി മാറ്റി. ഒരു ഒരു ആരും ഒരു ചർച്ചിലെ ഒരു ഉപദേശം കേട്ടിട്ടോ അല്ല എങ്കിൽ വേറെ ആരെങ്കിലും എന്നെ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടോ ഒന്നുമല്ല. എനിക്കിത് കൊണ്ടൊരു പ്രയോജനം ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ദൈവവചന പ്രകാരം അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് മാറ്റി. അത് അന്ന് മുതൽ ഞാൻ പിന്നെ ആഭരണം ഉപയോഗിക്കാതെയായി. പിന്നെ ഈ വീക്കെൻഡ് യാത്രകളാണ് എനിക്ക് അധികവും. ആ സമയത്ത് എനിക്ക് എന്റെ ഹസ്ബൻഡും ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തിൽ വന്നപ്പോ പിന്നെ എനിക്ക് ധൈര്യമായി. അത്രയും നാളും ഞാൻ പ്രാർത്ഥിക്കുക, ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിചാരിച്ചപ്പോ എനിക്ക് സാഹചര്യമൊക്കെ അനുകൂലമായി. ഞങ്ങള് മിഷൻ ഫീൽഡുകളിലൊക്കെ പോകാൻ തുടങ്ങി. മിഷൻ ഫീൽഡുകളിൽ അവധി കിട്ടുമ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ മിഷൻ ഫീൽഡുകളിൽ പോകും. ദേശങ്ങളിൽ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ചില സഹോദരിമാരുടെ മീറ്റിങ്ങുകളിലൊക്കെ അവരോടൊക്കെ വചനം പറയാനും അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് അവിടെ നിന്ന് കേരളത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം എൻ്റെ യാത്രകളൊക്കെ കുറയൂലോ. കുഞ്ഞുങ്ങൾ രണ്ടുപേരും പഠനമായിട്ട് വിദേശത്താണ് സമയത്ത്. അപ്പോ എനിക്ക് യാത്രയൊക്കെ കുറയുമല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷം. അങ്ങനെ ഹസ്ബൻഡ് നാട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഒരു വലിയൊരു ഒരു ഭാരം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് ആ സ്ഥലം ഒന്ന് പോയി കാണണം, ആ സ്ഥലത്തൊന്ന് പോകണം എന്നൊരാഗ്രഹം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സ്ഥലം കാണാനുള്ള ഒരു ആഗ്രഹമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഈ കാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാന്ന് പറഞ്ഞു. പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അത്ര പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. യാത്ര വലിയ ബുദ്ധിമുട്ട്. അത് തന്നെയല്ല, അവിടെ എത്തണമെങ്കിൽ നമുക്ക് വെറുതെ അങ്ങ് പോകാൻ പറ്റില്ല. കുറെ നിയമപരമായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് വേണം നമുക്ക് ഒരു വിദേശ രാജ്യത്ത് നമ്മൾ പോകണമെങ്കിൽ ചെയ്യേണ്ടതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഞങ്ങള് തമ്മിൽ പറഞ്ഞു, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഈ ഒരു സ്ഥലം കാണാൻ നമുക്ക് പോകണ്ടാന്ന്. അങ്ങനെ തീരുമാനിച്ചെങ്കിലും എനിക്ക് ഈ സ്ഥലത്ത് പോകണം എന്ന് എന്റെ ആഗ്രഹം മാറുന്നില്ല. ഇത് അവിചാരിതമായിട്ടെന്നോണം പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിന് അതേ സ്ഥലത്തേക്ക് തന്നെ ഒരു ടെമ്പററി ആയിട്ട് ഒരു പോസ്റ്റിംഗ് കിട്ടുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും നാള് പോകണം എന്ന് ആഗ്രഹിച്ചു. നീ ഒരു ദൈവദാസന്മാരോ മിഷണറിമാരോ ഒക്കെ കടന്നു ചെല്ലാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു സ്ഥലം, ഒറ്റ ക്രിസ്ത്യാനികളും ഇല്ലാത്ത ഒരു സ്ഥലം. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ എനിക്ക് പോകാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി വന്നു. കാരണം പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറെ കടമ്പകളുണ്ട്, അതൊക്കെ ക്ലിയറായി ആ ദേശത്തേക്ക് പോകാനായിട്ടൊരു അവസരം കിട്ടി. ഞങ്ങൾ അവിടെ ചെന്നപ്പോ എനിക്ക് ഉള്ളില് ആഗ്രഹമുണ്ട്, ക്രിസ്ത്യാനികളൊന്നുമില്ല, ഇവരോട് സുവിശേഷം പറയണമെന്നൊക്കെ. പക്ഷെ സുവിശേഷം പറയാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അങ്ങനെ പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്നു, ആ ദേശത്ത് കൂടെ നടന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നും രാവിലെയും വൈകിട്ട് ഞങ്ങൾ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിക്കും, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പൊ എനിക്ക് മടങ്ങി നാട്ടിലേക്ക് വരേണ്ട സമയം. എനിക്ക് വളരെ സങ്കടം. ഇത്രയും ഞാൻ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട്, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒരു വ്യക്തി പോലും സുവിശേഷം കേൾക്കാനോ അംഗീകരിക്കാനോ രക്ഷയുടെ അനുഭവത്തിൽ വരാനോ ഒന്നും ഇടയായില്ലല്ലോ. വളരെ സങ്കടം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കരയുക. 2 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്താണ് കരയുന്നതിന്റെ കാരണം എന്ന് എനിക്കറിയില്ല. എനിക്ക് ആകെയുള്ള ഒരു വിഷമം ഇത് മാത്രമാണ്. അപ്പൊ ഞാനിങ്ങനെ അന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇവന്റെ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ ബൈബിൾ ഇരിപ്പുണ്ട്. ഞാൻ ബൈബിൾ എടുത്തിട്ട് ഞാൻ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ഞാൻ വായിക്കുമ്പോ ദൈവം ഞാൻ ഒരു പ്രാവശ്യം അത് വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമതും അത് തന്നെ വായിക്കും. അത് വായിക്കുമ്പോ എൻ്റെ ഉള്ളില് ഇങ്ങനെ ഒരു ചോദ്യം,
ഈ ശമരിയ സ്ത്രീ യേശുവിനെ കുറിച്ച് ആദ്യം എന്താ പറഞ്ഞു? അപ്പൊ ഞാൻ ഉത്തരം പറയും, ഇത് യേശുവിനെ ആദ്യം ഒരു യഹൂദൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ചോദ്യം, പിന്നീട് യേശുവിനെ എന്താ പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, യേശുവിനെ യജമാനൻ എന്ന് വിളിച്ചു. പിന്നീട് അടുത്ത ചോദ്യം, അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നീട് യേശുവിനെ ഒരു പ്രവാചകൻ എന്നാണ് അവർ വിളിക്കുന്നത്. തന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയപ്പോ യേശു ഒരു പ്രവാചകനാണെന്ന് അവൾ പറഞ്ഞു. അപ്പൊ തിരിച്ച് എന്റെ ഉള്ളിൽ ഒരു ചോദ്യം, ഈ ജനം എന്നെ കുറിച്ച് ഞാൻ ആരാണെന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞു, അതെ കർത്താവേ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. അതെ. എന്നിട്ട് പിന്നെ വീണ്ടും ചോദ്യം, എന്നിട്ട് എന്താ സംഭവിച്ചേ? ഈ സ്കൂളില് ടീച്ചർ കുട്ടികളോട് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ ചോദ്യവും ഉത്തരം. അപ്പൊ ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തി. ഞാൻ വരുവാനിരിക്കുന്ന മശിഹ ഞാൻ തന്നെയാണ് എന്ന് യേശു തന്നെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവള് പാത്രം വെച്ച് വെള്ളം കോരാൻ വന്ന ആ പാത്രം അവിടെ വെച്ചിട്ട് അവള് പട്ടണത്തിലേക്ക് പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം പലരും യേശുവിൽ വിശ്വസിച്ചു. അവിടെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് അനേകർ യേശുവിൽ വിശ്വസിക്കാൻ ഇടയായി തീർന്ന എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് വായിച്ച് നിർത്തലും എൻ്റെ ഉള്ളിൽ, നീ എന്തിനാ കരയുന്നത്? ഇത് ചെയ്യാൻ ഞാൻ ഇന്ന് ശക്തനല്ലേ? നിനക്ക് സുവിശേഷം പറഞ്ഞ ആരും വിശ്വസിച്ചില്ല എന്ന് വരാം, പക്ഷെ എനിക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കാൻ ആ ദേശത്ത് ഇതുപോലെ അനേകർ യേശുവിൽ വിശ്വസിക്കാൻ, അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് വരാൻ ഞാൻ ശക്തനല്ലേ? ഇത് എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വിഷമമൊക്കെ മാറി. എനിക്ക് സന്തോഷമായി. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ ദേശത്ത് ഒരു ഉണർവുണ്ടാകും. ആ ദേശത്ത് ദൈവം ഒരു പ്രവൃത്തിയായിരിക്കും. അനേകം ദൈവത്തെ വിശ്വസിക്കാൻ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ എങ്ങനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ആ ഒരു ശമരിയ പട്ടണത്തിലെ ഒരു അനുഭവം ആ ദേശത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നീട് ഞങ്ങള് റിട്ടയർമെന്റിന് ശേഷവും ആ ദേശത്തിന്റെ വേറൊരു ഭാഗത്ത് പോകാനായിട്ട് ദൈവം 2 മാസം കൂടെ ഒരു ടെമ്പററി ആയിട്ട് ഒരു ജോലിയുടെ ഒരു അസൈൻമെന്റുമായിട്ട് തന്നെ പോകാൻ ദൈവം സഹായിച്ചു. അന്നും ആ ദേശത്ത് പോയി 2 മാസക്കാലം ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു മടങ്ങി വന്നു. അങ്ങനെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളെ അയക്കുകയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ എൻ്റെ ഹസ്ബൻഡ് റിട്ടയർ ചെയ്തു. ഞാനും 2024 മാർച്ചിൽ ഞാനും റിട്ടയർ ചെയ്തു. ഞങ്ങള് അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സമയമൊക്കെ ഇഷ്ടംപോലെ ആയി. ഞങ്ങള് നോർത്ത് ഈസ്റ്റില് പല സ്റ്റേറ്റുകളിലും മിഷൻ ഫീൽഡുകളിൽ കടന്നു പോകാനും പ്രാർത്ഥിക്കാനും, അങ്ങനെ ഈ ഒത്തിരി ഗ്രാമങ്ങളിൽ പോയിട്ട് അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും സഹോദരിമാരുടെ ഇടയിൽ പ്രവർത്തിക്കാനൊക്കെ ദൈവം ഞങ്ങളെ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ദേശത്ത് പല ഭവനങ്ങൾക്കകത്ത് വീടുകളിലൊക്കെ കടന്നുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സുവിശേഷം അറിയിക്കാനും, പ്രത്യേകിച്ച് സഹോദരിമാരോടൊക്കെ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സുവിശേഷം പങ്കുവയ്ക്കുവാനൊക്കെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ ഒത്തിരി എതിർപ്പുകളും പ്രതികൂലങ്ങളും ഒക്കെ ആയിരുന്നു. എങ്കിലും ആ കുടുംബത്തിൽ നിന്ന്, പിതൃകുടുംബത്തിൽ നിന്ന് ചില 3 വ്യക്തികളെ കർത്താവ് ഈ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവര് കടന്നു വരാനായിട്ട് ഇടയായിട്ട് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആലപ്പുഴയില് സങ്കീർത്തനം വർഷിപ്പ് സെന്ററിൽ ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. വീണ്ടും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിന് കർത്തൃദാസന്റെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. സാക്ഷ്യത്തിൽ നിന്ന് ഇത്രയും പറയാൻ ദൈവം എനിക്കൊരു അവസരം തന്നു എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കാനായിട്ട്. അപ്പോൾ ഈ സാക്ഷ്യം അനേകർക്കൊരു ആശ്വാസമാകണം. അനേകർക്ക് ചില സംശയത്തിന്റെ മുഖത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ദിശാബോധം കൊടുക്കുന്നതിനൊക്കെ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രേക്ഷകരോട് എല്ലാവരോടുമുള്ള സ്നേഹത്തെ, നന്ദിയെ എല്ലാം അറിയിക്കുന്നു. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഒരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്തണേ. ഓക്കെ.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നപ്പ, സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. വിശേഷാൽ അങ്ങയുടെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരുടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അരോമ ടി വിയുടെ എല്ലാ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. തന്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണം. അപ്പോൾ തന്നെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് ഇതൊരു ആശ്വാസമായി മാറണം. ഈ അരോമ ടി വിയിൽ കൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും കർത്താവെ, അനേകർ വിടുവിക്കപ്പെടുവാനും അനേകർ സത്യം തിരിച്ചറിയുവാനും ഒക്കെ ഇടയാക്കി തീർക്കണമേ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ. അതുപോലെ അനേകർ സത്യം തിരിച്ചറിയുവാനും ആ സത്യം അവരെ സ്വതന്ത്രമാക്കുവാനും ഒക്കെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ ജെസി മത്തായി. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിന്റെ ദാസിയോടതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു യാക്കോബായ കുടുംബത്തില് നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന മാതാപിതാക്കന്മാരുടെ മകളായി, മൂത്ത മകളായി ജനിക്കുവാൻ കൃപ ചെയ്തല്ലോ. പിന്നത്തേതിലെ ജീവിതത്തിലുണ്ടായ ചില തിക്ത അനുഭവങ്ങള്, പ്രത്യേകിച്ച് ബാല്യകാലത്തിലെ പല ഓർമ്മകൾ പറയുകയുണ്ടായി. അതിൽ മാതാപിതാക്കന്മാർക്ക് ദൈവം കൊടുത്തതായ 2 ആൺകുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഇളയ 2 സഹോദരങ്ങളുടെ ആ പിറവിയിലെയുള്ള മരണം അത് കുടുംബത്തെ വല്ലാതെ വേദനിപ്പിക്കുവാൻ ഇടയായി തീർന്നു. 3 പെൺമക്കൾ മാത്രമുള്ള ആ കുടുംബത്തിൽ ആ മാതാപിതാക്കന്മാർക്ക് നേരിട്ടതായ ആ വേദനാജനകമായ അനുഭവങ്ങളുടെ നാളുകൾ മുന്നോട്ട് നീക്കിയെങ്കിലും പിന്നത്തേതില് പ്രിയ കർത്താവിന്റെ ദാസിക്ക് 6 ആൺമക്കളുള്ള ഒരു വീട്ടില് ഒരു മകളായിട്ട് ചെന്ന് കയറുവാൻ കർത്താവ് കൃപ ചെയ്തു. 3 പെൺമക്കളുള്ള വീട്ടിൽ നിന്ന് 6 ആൺമക്കളുള്ള, ശരിക്കും നമ്മുടെ കാഴ്ചപ്പാടിലത് 2 കുടുംബമാണെങ്കിലും ദൈവത്തിന്റെ ചില പരിപാടികളിൽപ്പെട്ട കാര്യങ്ങളാണ്. കാരണം അത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. അത് 2 കുടുംബങ്ങളാണെങ്കിലും ദൈവത്തിന്റെ മക്കൾ ആണ്. 2 കുടുംബങ്ങളിൽ ദൈവം കൊടുത്ത 2 മക്കളാണ്. അത് ആൺമക്കളും പെൺമക്കളും എല്ലാവരും ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. ആ ഒരു വിഷയത്തിലും കർത്താവ് നിങ്ങളെ ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മുന്നോട്ടുള്ളതായ ഭാവി പരിപാടികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആരുടെയും പ്രേരണ കൂടാതെ തന്നെ അമ്മയുടെ പ്രാർത്ഥന ശീലം അല്ലെങ്കിൽ ചെന്ന് കയറിയ വീട്ടിലെ മാതാപിതാക്കന്മാരുടെ ആ പ്രാർത്ഥനാ ജീവിതം മാതൃകയാക്കിയ പ്രിയ ജെസി സിസ്റ്റർ അതുപോലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതുപോലെ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ കടന്നു വന്ന അനേക പ്രതിസന്ധികളുടെ നടുവില് കർത്താവിന്റെ സാന്നിധ്യം കൂടെയിരുന്ന് ദൈവം വഴി നടത്തിയ ഒത്തിരി അനുഭവങ്ങൾ, അതിനേക്കാൾ ഉപരിയായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ, സ്നാനമേൽക്കുവാൻ ആരുടെയും പ്രേരണ കൂടാതെ തന്നെ ദൈവസന്നിധിയിലെ തീരുമാനങ്ങൾ എടുത്ത് ആരാധനയ്ക്ക് പോകുവാനും ദൈവസന്നിധിയിലെ സമർപ്പിക്കപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്ന ആ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ഒരു മാനുഷിക കരമല്ല, ഏതെങ്കിലും സഭയോ പ്രസ്ഥാനമോ വ്യക്തികളോ ആയിരുന്നില്ല. തികച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല ജഡത്തോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ക്രൈസ്തവരായാലും അക്രൈസ്തവരായാലും നാമധേയരായാലും വിശ്വാസികളായാലും സകല മനുഷ്യരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെങ്കിൽ നമുക്ക് തോന്നിയേക്കാം സുവിശേഷം കേൾക്കുവാൻ, സുവിശേഷം അറിയുവാൻ
നമുക്ക് പോകാൻ കഴിയുന്നില്ല എന്ന്. എന്നാൽ നമുക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല മനുഷ്യരോട് ഓരോ ദിവസവും ഓരോ നിമിഷവും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് പോകാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകണം. നമുക്ക് പോകാൻ കഴിയാത്ത ഇടത്ത് നമ്മുടെ ഈ സാക്ഷ്യം അവിടെ എത്തിച്ചേരുവാൻ ഇടയായി തീരുമ്പോൾ നമ്മൾ അവരോട് സുവിശേഷം പറയുന്നതിന് തത്തുല്യമായി തീരും. ആയാൽ കർത്തൃദാസിയുടെ ഈ സാക്ഷ്യം, ജീവിതാനുഭവം ചില പ്രിയപ്പെട്ടവരുടെയെങ്കിലും കണ്ണ് തുറക്കുവാൻ, ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ, അവര് ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസ്ഥ തീരുമാനം എടുക്കുവാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദാസിയെ, കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി മുന്നോട്ട് നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രോമാ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.